ഈ നിൽക്കുന്ന ഞാൻ കുപ്പേ കിടന്ന മനുഷ്യനാണ്, ചെളി കിടന്ന മനുഷ്യനാണ്. അത്രയും തകർന്ന് തരിപ്പണമായി ചീഞ്ഞ കുപ്പേ കിടന്ന എനിക്ക് ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയും നിങ്ങൾക്ക് നാളുകളിൽ പലരേക്കാളും മുമ്പിൽ ഞാൻ എത്തിക്കുമെന്നല്ല, ദൈവം എത്തിക്കും. ദൈവം എത്തിക്കും. അത് നിങ്ങൾ വിശ്വസിക്കുക. അത് ദൈവത്തിൻ്റെ വാക്കാണ്. ഹല്ലേലൂയ. നമ്മളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ എത്ര കുറവുള്ളവരായിരുന്നാലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഒരു കാരണത്തിൻ്റെ പേരിലും ദൈവം നമ്മളെ മാറ്റി നിർത്തുകയില്ല, അവഗണിക്കുകയില്ല. പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനയോടെ ഓർമ്മിപ്പിക്കട്ടെ. പഴയ നിയമത്തിലെ നോഹ മദ്യപിച്ച് വസ്ത്രം പോലും ഇല്ലാത്ത വിധത്തിൽ വീണ് കിടന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയും തകർന്നു പോയിട്ടും ആ വ്യക്തിയെ പോലും ദൈവം തള്ളിക്കളഞ്ഞില്ല. ആ വ്യക്തിയെ ദൈവം ചേർത്തു നിർത്തി ഒരു അത്ഭുതമാക്കി മാറ്റി. അങ്ങനെ പറഞ്ഞാൽ പോരാ, അത്രയും ഒരവസ്ഥ ഉണ്ടായിട്ടും ആ വ്യക്തിയെ ദൈവിക കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരത്ഭുത മനുഷ്യനാക്കി നോഹയെ മാറ്റി. പഴയ നിയമത്തിൽ യാക്കോബ് കള്ളം പറഞ്ഞയാളാണ്, നുണ പറഞ്ഞയാളാണ്. പക്ഷെ ആ വ്യക്തിയെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ആ വ്യക്തിയെ ദൈവം അത്ഭുതമാക്കി മാറ്റി. ഇന്നലെ വരെ ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ഇന്ന് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാൻ തുടങ്ങും. നിന്റെ ജീവിതം, എൻ്റെ ജീവിതം ഒരു അത്ഭുതമാകാൻ തുടങ്ങും. മോശ ഒരാളെ ആ കാലഘട്ടത്തിൽ തല്ലിക്കൊന്നയാളാണ്. പക്ഷെ മോശയെ ദൈവം അത്രയും വലിയൊരു തെറ്റു ചെയ്തിട്ടും ആ മോശയെ പോലും തള്ളിക്കളയാതെ ചേർത്തു നിർത്തി ആ മോശയെ അത്ഭുതമാക്കി മാറ്റി. പഴയ നിയമത്തിൽ റാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീ വേശ്യയായിരുന്നു റാഹാബ്. പക്ഷെ ആ വ്യക്തിയെ ആ അവസ്ഥയിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ വ്യക്തി തൻ്റെ ജീവിതത്തെ ഓർത്ത് അനുദപിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനമുള്ള ഒരു അത്ഭുത വ്യക്തിയായി മാറി. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ ചിന്തിച്ച് വേറെ വഴിക്ക് പോയ ആളാണ്. എന്നിട്ട് പോലും ദൈവം ആ മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല. സുവിശേഷത്തിൽ കാണുന്ന സൗൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തു മതത്തെയും പീഡിപ്പിച്ചയാളാണ്, ഉപദ്രവിച്ചയാളാണ്. എന്നിട്ട് പോലും ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ വ്യക്തിയെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന അത്ഭുതങ്ങളാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവം ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, ഈ അവസ്ഥ കണ്ട് മാറ്റി നിർത്തുകയല്ല. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് അനുദപിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ വച്ച് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും പ്രയോജനപ്പെടും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളൊരു അത്ഭുതമായി മാറും. വിശ്വസിക്കുമെങ്കിൽ ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്തിട്ട് നന്നായി ഒന്ന് അനുദപിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളൊരു അത്ഭുതമാകട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ പ്രയോജനപ്പെടട്ടെ. മനുഷ്യർ അവഗണിച്ചു കാണും, കൂടപ്പിറപ്പുകൾ അവഗണിച്ചു കാണും. എന്തിനു പറയണം, ജീവിത പങ്കാളി പോലും ചിലപ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും, അയൽവാസികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും, നാട്ടിലെ ജനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞാലും ഇന്നും ജീവിക്കുന്ന ദൈവം നിന്നെയോ എന്നെയോ തള്ളിക്കളയത്തില്ല, നിന്നെയോ എന്നെയോ ഉപേക്ഷിക്കത്തില്ല. ഞാൻ എത്ര പാപിയായിരുന്നാലും, എത്ര കൊള്ളാത്തവനായി പോയിരുന്നാലും, എത്ര ചെളിയിൽ കിടക്കുന്ന ആളായാലും എന്റെ ദൈവമോ എന്നെ സംരക്ഷിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പാപിയായിരുന്നൊരു കാലത്തും ഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ച
ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ, ഇത്ര മാനിപ്പാ യേശുവേ. അർത്ഥമറിഞ്ഞെന്ന് പാടാമോ? എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ, ഇത്ര മാനിപ്പാ യേശുവേ. യോഗ്യമല്ല ഇതു പ്രാപിപ്പാ, ഇതു കൃപയതാ യേശുവേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും പാപികളായ ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവവചനത്തിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ ആത്മാർത്ഥതയോടെ യേശുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണ്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ കിട്ടിയൊരു സമയമാണ്. ഇന്നലെ ഒരുപാട് പേരെ രാവിലെ 9:30 മണി മുതൽ ആളുകളെ കണ്ടു പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ 5:45 തുടങ്ങി പ്രാർത്ഥന ആരംഭിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് പ്രാർത്ഥന അവസാനിച്ചത്. ആളുകളെ കണ്ടു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. സാധ്യമായിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ ദൈവവചനം കേട്ടിട്ട് അനുഗ്രഹം സ്വീകരിച്ചവർ ഒന്ന് കൈ പൊക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. അതിൻ്റെ അർത്ഥം ഈ ദൈവവചനം അനേകരിൽ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ക്രൈസ്തവർ മാത്രമല്ല, മറ്റു മതത്തിൽപ്പെട്ടവർ പോലും ഈ ദൈവവചനത്തെ ഇന്ന് അത്ഭുതമായി സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു, വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട സോജനച്ചനും ഇവിടെയുള്ള വിപിനും കൽപ്പറ്റയ്ക്കപ്പുറമുള്ള ഒരു സ്ഥലത്ത് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവരെ പോലീസുകാർ കൈ കാണിച്ച് വണ്ടി നിർത്തിച്ചു. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? പോലീസുകാരാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വട്ടത്തുവയൽ വടുവഞ്ചാലിന്ന. അപ്പോൾ അവർ ഉടനെ ചോദിച്ചൊരു കാര്യമുണ്ട്, അവിടെ ഒരു പ്രാർത്ഥനാലയമുണ്ടല്ലോ, അവിടെ എന്നൊക്കെയാണ് പ്രാർത്ഥന നടക്കുന്നത്? ഇത് കേട്ടപ്പോൾ തൊട്ടടുത്തു നിന്നൊരു പോലീസുകാരൻ ചോദിച്ചു, അവിടെ ഒത്തിരി അനുഭവമാകുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. വണ്ടി ചെക്കിങ്ങിന് നിർത്തിയ പോലീസുകാരാണ്. അവർ ക്രൈസ്തവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ വേറെ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ട് പോലും അവർ ശ്രദ്ധിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ. ഞാൻ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടായിരുന്നോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ? അതിനകത്ത് നോഹയെ നിങ്ങൾ കണ്ടു, ഒരു യാക്കോബിനെ കണ്ടു, ഒരു റാഹാബിനെ കണ്ടു, ഒരു നോഹയെ കണ്ടു, പിന്നെ സാവൂളിനെ കണ്ടു. ഇവരൊക്കെ ആരായിരുന്നു എന്നറിയാമോ? നമ്മുടെ ദൃഷ്ടിയിൽ കൊള്ളാത്തവരാ. മോശ ഒരാളെ തലക്കടിച്ച് കൊന്നയാളാണ്. നോഹ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നോഹയെക്കുറിച്ച്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 20-ാമത്തെ വാക്യം, പുള്ളി മദ്യപിച്ച് വസ്ത്രം പോലും ഇല്ലാണ്ട് വീണുപോയി അന്നത്തെ കാലത്ത്. പക്ഷെ ആ മനുഷ്യനൊക്കെയും ദൈവത്തിലേക്ക് അടുത്തു വന്നപ്പം ദൈവത്തിൻ്റെ കരങ്ങളിലെ അത്ഭുതങ്ങളായി മാറി. സാവൂൾ ആരായിരുന്നു? വലിയ പുള്ളിയായിരുന്നു, ഗുണ്ടായിസമായിരുന്നു. ആളുകളെ കൊല്ലുക, പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക. ആളുകൾക്ക് ഭയമായിരുന്നു ആളെ. പക്ഷെ സാവൂൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതമായി മാറി, പൗലോസായി മാറി. നിങ്ങൾ ആരുമാകട്ടെ, ചിലപ്പോൾ ചിന്തിക്കും എന്നെപ്പോലെ പാവിയായ ഒരു മനുഷ്യൻ ഈ പഞ്ചായത്തിൽ കാണിയല്ലെന്ന്. സാരമില്ല, നിങ്ങളായിരിക്കുന്ന ആള് ദൈവത്തിൻ്റെ കരങ്ങളിലെ അത്ഭുതമായി മാറുക. അല്ലെങ്കിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ലായിരുന്നു. ആരായിരുന്നാലും, മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും സ്വർഗത്തിലെ എൻ്റെ ദൈവം നിങ്ങളെയോ എന്നെയോ തള്ളിക്കളയത്തില്ല.
അതാണ് മുമ്പേ പാട്ടുകാരൻ പാടിയത്. പാപിയായിരുന്ന കാലത്തും ഭക്തിയില്ലാതെ നടന്ന കാലത്തും നീ എന്നെ സ്നേഹിച്ചല്ലോ. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അത് കേൾക്കാനാ ഇവിടെ വന്നത്, അത് കേൾക്കാനാ ഈ കസേരയിൽ നമ്മൾ ഇരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന് കാരണമാകും. ഒരു കാര്യം പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതുവരെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ കൂടെ നിൽക്കും. രക്ഷപ്പെടുന്നത് വരെ, ആ കടം മാറുന്നത് വരെ, ആ പ്രതിസന്ധി മാറുന്നത് വരെ, ആ രോഗം സൗഖ്യമാകുന്നത് വരെ, ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ദൈവം എൻ്റെ കൂടെ നിൽക്കും. വിശ്വസിക്കുന്നോ? പ്രാർത്ഥിക്കുന്നവൻ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. അതായത് ഞാൻ മരിച്ച് എന്നെ അടക്കം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കളെല്ലാം വീട്ടിൽ പോകും. പക്ഷെ ദൈവം എവിടെ എത്ര നാൾ കൂടെ നിൽക്കുമെന്നറിയാമോ? നീ മരിച്ച് നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തുന്നത് വരെ, അതാ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ ആത്മാവിനെ, നിന്റെ ജീവനെയോ ജീവിതത്തെയോ പകുതി വഴിക്ക് ദൈവം ഉപേക്ഷിക്കുകയില്ല. പാതി വഴിക്കിട്ടിട്ട് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് പോകില്ല. എൻ്റെ ദൈവം എന്നെയോ നിങ്ങളെയോ ചതിക്കുകയില്ല. ദൈവം വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിച്ച് ഒരു വചനം എടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം, 23 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുമോ? അല്ലെങ്കിൽ ഒന്ന് വായിച്ചു കേൾക്കുമോ? കുറെ കാലം കഴിഞ്ഞ്, ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. ഈജിപ്തിലെ ആ ഭരണകർത്താവ്, പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി മരിച്ചുപോയി. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അപ്പോൾ അവിടെ പ്രശ്നത്തിലിരുന്നവർ, പ്രതിസന്ധിയിലിരുന്നവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. എല്ലാവർക്കും നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ദൈവാശ്രയത്വമുള്ളവനെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കത്തുള്ളൂ. എളിമയുള്ളവനെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവൻ കൈ കെട്ടിയിരിക്കത്തേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവൻ കൈ പുറകെ കെട്ടിക്കൊണ്ടിരിക്കും, അവൻ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ദൈവാശ്രയമുള്ളവൻ, ദൈവത്തിന്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുന്നവൻ കരം ഉയർത്തി നിലവിളിക്കും. ഈ ജനം പ്രതിസന്ധിയിൽ നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന എവിടെ എത്തി? അത് എത്തേണ്ടിടത്തെത്തി. ആദ്യം വിശ്വസിക്ക്, ഞാൻ ഈ പുണ്യപ്പെട്ട ഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എൻ്റെ വിശ്വാസം ആരംഭിക്കുന്നേ. ദൈവസന്നിധിയിലെത്തി. 24-ാമത്തെ വാക്യം, ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. പ്രാർത്ഥനയെ ഓർമ്മിച്ചു ദൈവം. എൻ്റെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം അവരെ മറന്നു എന്നല്ല, പ്രാർത്ഥിക്കുന്നവനെ മനുഷ്യൻ മറന്നാലും ദൈവം ഓർമ്മിക്കും. പ്രാർത്ഥിക്കുന്നവനെ മനുഷ്യൻ തള്ളിയാലും ദൈവം അവനെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ചു, അവർ നിലവിളിച്ചു, അവർ കരഞ്ഞു, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. പ്രാർത്ഥന ഉയർന്നത് സത്യമാണെങ്കിൽ നീ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ദൈവം രാവും പകലും എൻ്റെ കൂടെ ഉണ്ടാവും. അത് ബൈബിളിലുണ്ട്. ഞാൻ ലക്ഷ്യത്തിലെത്തുന്നത് വരെ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ, ആ കടമ്പ കടക്കുന്നത് വരെ ദൈവം കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇനി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 20-ാമത്തെ വാക്യം നോക്ക്. മേഘസ്തംഭവും മുൻപിൽ നിന്നു മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. അവർ ലക്ഷ്യത്തിലെത്തുന്നത് വരെ കൂടെ നിന്നു. ദൈവ സാന്നിധ്യം. ഇത് മറക്കുമോ? ദൂരെ നിന്ന് വന്നവർ മറക്കുമോ? അടുത്ത് നിന്ന് വന്നവർ മറക്കുമോ? ഇത് ഓൺലൈനിൽ കേൾക്കുന്നവർ മറക്കരുത്. പ്രാർത്ഥിക്കുന്ന ഞാൻ ആ കടമ്പ കടക്കുന്നവരെ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ
എൻ്റെ ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ എൻ്റെ ദൈവം രാവും പകലും എൻ്റെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ, എൻ്റെ ദൈവം പകുതി വഴിക്ക് എന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ദൈവം പാതി വഴിക്ക് എന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുടുംബജീവിതം സമാധാനമാകുമോ? സമാധാനമാകുന്നത് വരെ ദൈവം കൂടെ നിൽക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കും, ആ വിവാഹം നടക്കുവാൻ ദൈവം നിനക്ക് മുമ്പിൽ നിൽക്കും, പുറകിൽ നിൽക്കും. ദൈവം മുമ്പിലും പുറകിലും. ദൈവം പ്രാർത്ഥിക്കുന്നവൻ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ദൈവം എൻ്റെ കൂടെ നിൽക്കും. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം മുമ്പിലും പുറകിലും കൂടെയുണ്ട്. ശത്രുവിനെ സമീപിച്ചാലും ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ശത്രുവിനെ അകറ്റി നിർത്തും. ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുവോ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ? ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ 10-11 വർഷം മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു പ്രതിസന്ധിക്ക് കഴിഞ്ഞ മുമ്പിലത്തെ വെള്ളിയാഴ്ച എനിക്കൊരു കുഞ്ഞു ഉത്തരം കിട്ടി. ഒരനുഭവം എനിക്ക് കിട്ടി. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദിവസം ഞാൻ വല്ലാതെ കരഞ്ഞ ഒരു ദിവസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അന്ന് ഞാനിവിടെ 6.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ പറമ്പ് 6.5 ഏക്കറാണ്. ഈ പറമ്പിൻ്റെ ഈ ആലയത്തിൻ്റെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കുന്നാണ്. അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഒരുപാട് സങ്കടം വന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ഒരു കാപ്പി ചെടിയുടെ ചുവട്ടിൽ പോയിരുന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു. കുറേ സമയം അങ്ങനെ ഈ ആലയത്തിൽ ഉള്ള മാത്യു എന്ന പേരുള്ള ഒരു ബ്രദറിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് എനിക്ക് സങ്കടം ഉണ്ടാകാൻ കാരണം, ഞാനൊരു വിവാഹത്തിന് പോയപ്പോൾ എന്നെ അവിടെ നിന്ന് അവഗണിച്ചു. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വേദനയായിട്ട് മാറി. കുർബാന ചെല്ലാൻ പോയപ്പോൾ അവർ പറഞ്ഞു, നീ കുർബാന ചെല്ലണ്ട, പ്രസംഗിക്കണ്ട, അതിന് വേറെ ഞങ്ങൾ നല്ല പാട്ടുകാരായ പ്രസംഗിക്കുന്ന വൈദികരെ വിളിച്ചിട്ടുണ്ട്, അച്ഛന്മാരെ വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എനിക്കത് എന്നെ സംബന്ധിച്ചത് ഭയങ്കര വേദനയായി. കുറേ പ്രാവശ്യം ഞാൻ ചിന്തിച്ചു, ഞാൻ അവരുടെ മുമ്പിലൊന്നും എൻ്റെ സങ്കടം അറിയിക്കാതെ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഒരു കുർബാന ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ലേ? എന്നെപ്പോലെ തന്നെ വൈദികരല്ലേ ഇവരൊക്കെ? എന്തിനാണ് എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആ വൈദികനെ അവിടെ നിർത്തി അവർ കുർബാന ചെല്ലിച്ചത്? 2 ദിവസം 3 ദിവസം മുമ്പ് അവരെന്നോട് പറഞ്ഞത് കുർബാന ചെല്ലണമെന്നാ. ഇന്ന് അവർ പറയുന്നത് നീ ചെല്ലണ്ടെന്ന്. എനിക്കത് ഭയങ്കര മാനസികമായ വിഷമമുണ്ടായി, സങ്കടമുണ്ടായി. ഞാൻ കുറ്റം പറയുകയല്ല, എന്നെ സംബന്ധിച്ചത് ഭയങ്കര വേദനയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കുറവായിരിക്കാം, എൻ്റെ പ്രശ്നമായിരിക്കാം, എൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കാം. ആ സങ്കടം എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ വന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ ആ സങ്കടമൊക്കെ ഞാൻ പണ്ടേ പ്രാർത്ഥിച്ചും അതിനെ അതിജീവിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ മുമ്പിലത്തെ വെള്ളിയാഴ്ച എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ് ഈ കുരിശിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന ഈ കമ്പിയുടെ ഈ ഭാഗത്ത് ഒരു 4-5 പേര് വന്നു. അവർ ഈ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അവരൊരു സിനിമാ സംവിധായകനും അയാളുടെ കൂടെയുള്ള കുറച്ച് പേരുമാണ്. അദ്ദേഹം ഇറക്കുന്ന സിനിമ കോടിയുടെയാണ്, ഇവിടെയുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഇവിടെയുള്ള തങ്കച്ചി ചേട്ടൻ 2-3 പേരെല്ലാം ഓടി വന്ന് അവർ ഫോണിൽ കാണിച്ചു, ഞങ്ങൾ ഇറക്കാൻ പോകുന്ന ഫിലിം ഇന്നതാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം. അതിനുശേഷം അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, ഫാദർ, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരനുഗ്രഹമായി ഫാദറിൻ്റെ പേരൊന്ന് ഞങ്ങൾ അതിനകത്ത് വച്ചോട്ടെ എന്ന്. എൻ്റെ പേര് അതിനകത്തൊരു അനുഗ്രഹമായി വച്ചോട്ടെ എന്ന് ഞാൻ അന്നേരം ചിന്തിച്ചത് 11 വർഷം അല്ലെ 10 വർഷം മുമ്പുള്ള ഒരു കുഞ്ഞു കാര്യത്തിൽ. ഇപ്പം നമ്മൾ ചിന്തിക്കുവാണ്, ഞാൻ വലിയ ആളാന്ന് പറയാനല്ല, ഞാൻ ചോദിച്ചിട്ടല്ല. അതായത് നമ്മളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവം കാണുന്നുണ്ടെന്ന അതിൻ്റെ അർത്ഥം. നമ്മൾ വിചാരിക്കും അതൊക്കെ പണ്ടേ പോയി,
അത് കാപ്പിക്കകത്തിരുന്ന് കരഞ്ഞതല്ലേ? അത് പറമ്പിൽ ഇരുന്ന് കരഞ്ഞതല്ലേ? അത് റബ്ബർ തോട്ടത്തിലിരുന്ന് കരഞ്ഞതല്ലേ? അത് ടോയ്ലറ്റിനകത്ത് പോയിരുന്ന് ഞാൻ കരഞ്ഞതല്ലേ? എൻ്റെ പേഴ്സണൽ റൂമിലിരുന്ന് ഞാൻ കരഞ്ഞതല്ലേ? അതാരും കണ്ടിട്ടില്ല. ആരും കാണാതെ നീ കരഞ്ഞതുപോലും സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നാളെ ആയിരിക്കും, ചിലപ്പോൾ നാളുകളിൽ. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ലക്ഷ്യത്തിലെത്തുന്ന വരെ, അത് ചിലപ്പോൾ 2 വർഷമായിരിക്കും, 3 വർഷമായിരിക്കും, പക്ഷെ നീ അവിടെ എത്തുന്നത് വരെ രാത്രി മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും മാറാതെ. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, മാറാതെ. അതുകൊണ്ടാണ് നമ്മൾ പലരും തകർന്നു പോകാത്ത. നമ്മുടെ ഹൃദയത്തിന് എന്തേരെ വലിപ്പമുണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചുമക്കുന്ന സങ്കടങ്ങൾക്ക് നമ്മുടെയൊക്കെ തൂക്കമുണ്ട്. ഈ കൈവിരലെല്ലാം കൂടെ ചുരുട്ടിയാൽ എന്തേരെ വലിപ്പമുണ്ടോ അത്രയും കുഞ്ഞുതാ നമ്മുടെ ഹൃദയം. പക്ഷെ നമ്മൾ ഇതിനകത്ത് കൊള്ളുന്ന സഹനമാണോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടേത്? ഈ കുഞ്ഞ് കൈക്കകത്ത് കൊള്ളുന്ന അത്രയും സഹനമേ ഉള്ള. ഒരു ചാക്കിനകത്ത് കെട്ടിവെച്ചാൽ ചുമക്കാൻ പാകത്തിന് സങ്കടങ്ങളും ഭാരവും വിങ്ങുന്ന മനസ്സുമായിട്ടാണ് ഈ വചനം കേൾക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. എൻ്റെ മുമ്പിൽ ഇന്നലെയും ഇന്നും വന്ന് പ്രാർത്ഥിക്കാൻ വന്ന എത്ര പേരാണ് കരയുന്നത്? ചുമ്മാതെ ആരും കരയത്തില്ലല്ലോ. അതെല്ലാം ഇവിടെ വന്ന് കരയാനൊരു കാരണമുണ്ട്. അവർക്ക് ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെടുന്ന അനുഭവത്തിന്റെ മുമ്പിലാണ് അവർ കരയാൻ പോലും തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർത്തിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അതിൽ വീണിട്ടുണ്ടെങ്കിൽ ദൈവം നാളുകളിൽ നിന്നെ 1000 ഇരട്ടി അനുഗ്രഹിച്ചിരിക്കും. 1000 ഇരട്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് തോന്നും എൻ്റെ കണ്ണുനീരെല്ലാം വെറുതെയായി, ഞാൻ എന്തെല്ലാം വണ്ടിക്കാശും കൊടുത്ത് എത്ര കഷ്ടപ്പെട്ട് അവിടെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല, ഒരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെ പറയേണ്ടി വരത്തില്ല. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. ചിലർ പറയും എൻ്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയി, പിന്നെ ഞാൻ എങ്ങനെ ലക്ഷ്യത്തിലെത്തും? എൻ്റെ ജപ്തി നോട്ടീസ് വന്നിരിക്കുക, പിന്നെ ഞാൻ എങ്ങനെ ലക്ഷ്യത്തിലെത്തും? അതൊന്നും എനിക്കറിയത്തില്ല എങ്ങനെയാ പ്രസംഗിക്കേണ്ടതെന്ന്. പക്ഷെ നീ ലക്ഷ്യത്തിലെത്തുന്നത് വരെ, ആ കടമ്പ കടക്കുന്നത് വരെ, ആ ചെങ്കടൽ കടക്കുന്നത് വരെ, ആരും കൂടെ ഇല്ലേലും രാത്രിയും പകലും ദൈവം നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും, സൂക്ഷിച്ചു കൊണ്ടിരിക്കും. ആഗ്രഹിച്ച സ്ഥലത്തും സ്ഥാനത്തും നീ എത്തിയിരിക്കും ദൈവഹിതമായിട്ട്. അത് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറയാമോ ഹല്ലേലൂയ. അടുത്തൊരു പ്രധാനപ്പെട്ട ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 2 പേരെ കാണുന്നുണ്ട്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകാനുള്ള കഴിവ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ സ്പീഡ് കൂടാൻ പാടില്ല. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഈ ജനത്തിന് ഏറ്റവും ചെറിയൊരു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന വിധത്തിൽ എനിക്കിത് പ്രസംഗിക്കാൻ പറ്റണം, ഇത് അവതരിപ്പിക്കാൻ പറ്റണം. അതിനു വേണ്ടി ഞാൻ എൻ്റെ ബുദ്ധിയിലല്ല ദൈവമേ, നിൻ്റെ ശക്തിയിലും കൃപയിലും ഒരു പടി കൂടി ഇന്നലത്തേതിനേക്കാൾ ഞാൻ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ ശബ്ദത്തെ, കഴിവിനെ, ആരോഗ്യത്തെ, സകലതിനെയും ഇപ്പോൾ അങ്ങേക്ക് നൽകി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യമാണ്. ഏലിയ എന്ന വ്യക്തിയുടെ പേര് ഏലിയ. ഏലിയ ഒരു ദൈവഭക്തനാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ് ഏലിയ. പക്ഷെ സ്ഥലത്തെ ഒരാളാണ് ആഹാബ്. എന്താ പ്രാർത്ഥിക്കുന്ന ഏലിയായോട് ചോദിച്ചെന്നറിയാം? ഒന്ന് വായിച്ചേ. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? ആഹാബ് ചോദിച്ചു, നിന്റെ പേരെന്താ? ഏലിയ അല്ലേ? നീയല്ലേ ഏലിയ? അതെ, ഞാനാണ് ഏലിയ. നീയല്ലേ ഇസ്രായേലിനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? നീയാണ്. നമ്മളോട് പലരും ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥന കൊണ്ടാണ് ഈ കഷ്ടപ്പാടെല്ലാം ഉണ്ടായെന്ന്. ഏലിയ പറഞ്ഞൊരു കാര്യം ചെയ്യ്, കാർമൽ മലയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവഭക്തനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് 19-ാമത്തെ വാക്ക് എഴുതിയിട്ടുണ്ട്. ഏകദേശം 950 പേരുണ്ട്. ഏലിയ ഒറ്റയ്ക്ക്
അപ്പുറത്തെ സൈഡിൽ 950 പേര്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ജസബൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാർ. ആദ്യത്തെ കണക്ക് 450. അടുത്ത എത്ര പേരുണ്ട്? അശേരായുടെ 400 പ്രവാചകന്മാരെയും. അപ്പൊ ശരിക്കും എത്ര പേരുണ്ട്? 400 450 850 അല്ലെ? 850 പേരുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പൊ ഏലിയ പറഞ്ഞു, ഞാനല്ലേ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ കാർമൽ മലയിൽ ഇന്ന ടൈമിന് ഞാൻ വരും. നിങ്ങൾ ആ കാർമൽ മലയിൽ എല്ലാവരും വിളിച്ചുകൂട്ട്. അങ്ങനെ എല്ലാവരും കൂടെ എവിടെ എത്തിയെന്നറിയാമോ? വായിച്ചോ. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. എല്ലാവരും എവിടെ ഒരുമിച്ച് കൂട്ടി? കാർമൽ മല. ഒരു കാർമൽ മലയുടെ മുകളിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? 22-ാമത്തെ വാക്യം. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ എത്ര പേരുണ്ട്? 450. 400 450 850 പേരുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പൊ അവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കി, വലിയൊരു ബലിപീഠം ഉണ്ടാക്കി. അത് ആർക്കുണ്ടാക്കിയെന്നറിയോ? ബാൽദേവനെ ആരാധിക്കാൻ. എന്നിട്ട് ഏലിയ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. അപ്പൊ എല്ലാവരും ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഒരുമിച്ച് കൂട്ടി ബലിപീഠം ഉണ്ടാക്കി. 450 400 പേര് 850 പേര് ഒരുമിച്ച് കൂടി ഒരു ബലിപീഠം ഉണ്ടാക്കി. എന്നിട്ട് ഒരു കാളയെ കൊന്ന് കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു. പക്ഷെ തീ കൊളുത്താൻ പാടില്ല. പ്രാർത്ഥന ഉയരുമ്പോൾ തീ ഇറങ്ങുന്ന ദൈവമാണ്, തീ ഇറക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ഒന്ന് വായിച്ചേ 23-ാമത്തെ വാക്യം. ഞങ്ങൾക്ക് 2 കാളയെ തരുവിൻ. ഞങ്ങൾക്ക് 2 കാള, 2 പോത്തിനെ ഇങ്ങ് തരാ. ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിന്മേൽ വെക്കട്ടെ. ഒരെണ്ണത്തെ കൊല്ലുക, എന്നിട്ട് കഷ്ണങ്ങളാക്കി ആ ബലിപീഠത്തിന്മേൽ വയ്ക്കുക. തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വെക്കാം. ഒരു കാളയെ എനിക്ക് തരണം. നിങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അപ്പുറത്തൊരു ബലിപീഠം ഉണ്ടാക്കി ഞാനും ഒരു ബലി അർപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കാൻ കഴിവുള്ള ദൈവം യഥാർത്ഥ ദൈവം. ഇത് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കണം കേട്ടോ. ഒരാൾ വന്ന് പറഞ്ഞു, ഫാദറിന് ഭയങ്കര ശത്രുക്കളുണ്ട്, ഫാദറിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. നിനക്കെതിരെ ആരോ എന്തോ കൂടോത്രമൊക്കെ ചെയ്യുന്നുണ്ട്, സാരയില്ല, ചെയ്യട്ടെ. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവം അതിന് മറുപടി കൊടുത്തുകൊള്ളും. ഇത് വിശ്വസിക്കണം എപ്പോഴും. എന്ത് പ്രശ്നം പ്രതിസന്ധികൾ വല്ലാതെ വരുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം കല്ലിനെയും മണ്ണിനെയൊന്നുമല്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്ന ദൈവം. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ തീ ഇറക്കി സ്വീകരിക്കുന്ന ദൈവം. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഈ 400 450 പേരും എന്തുകൊണ്ടായിരിക്കും സമ്മതിച്ചത്? അവർ പറഞ്ഞു ആയിക്കോട്ടെ തീ ഇറക്കും. പക്ഷെ ഇവിടെ ഇപ്പം ആര് നിപ്പുണ്ട്? ഏലിയ നിപ്പുണ്ട്. ഇവര് കാളയെ കൊന്ന് ഭയങ്കര പ്രാർത്ഥന തുടങ്ങി, ബാൽദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു രക്ഷയിൽ ഒരു മറുപടിയും വരുന്നില്ല. ഒരു കാര്യം കേട്ടോ, ഈ 400 450 പേരും ചുമ്മാ ആരാധിച്ചതൊന്നുമല്ല. അവർക്കും അറിയാം ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്, തിന്മയ്ക്ക് ശക്തിയുണ്ടെന്ന് അവർക്കറിയാം, പ്രവർത്തിക്കുമെന്നറിയാം. പക്ഷേ ദൈവഭക്തനായ ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഈ അധ്യായം തെളിയിക്കുന്നത്. നിന്റെ വീട്ടിലെ അപ്പുറത്തെ ആൾക്കാരെല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക, പ്രാർത്ഥിക്കുന്ന നീ മാത്രം മതി, ഒരു തിന്മയും നിനക്ക് വരികയില്ല, ഒരു ദോഷവും നിനക്ക് വരാതെ ദൈവം സംരക്ഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവരെത്ര നേരം പ്രാർത്ഥിച്ചു എന്നറിയാമോ? 24-ാമത്തെ വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കും. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. എന്തയച്ച്? അഗ്നി അയച്ച്, തീ അയച്ച് മറുപടി നൽകുന്ന ദൈവം യഥാർത്ഥ ദൈവം.
നിങ്ങളും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ എഴുതിയിട്ട പ്രാർത്ഥനയുടെ മേൽ അഗ്നി അയച്ച് തീ അയച്ച് എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ. അതെന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ നിമിഷമാ. തീയിറങ്ങുന്ന സമയം, ആരാധന സ്തുതികളായി ഉയരുന്ന സമയം, തീയിറങ്ങുന്ന സമയമാണ്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയം സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുന്ന സമയമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 400-450 പേര്, 400 + 450 850 പേര് നിലവിളിച്ചിട്ടും ഒരു ചുക്കും നടന്നില്ല അവിടെ. എന്തുകൊണ്ടാണ് നടക്കാത്തെന്നറിയാമോ? ബാൽദേവന് ശക്തിയില്ലാത്തോണ്ടല്ല, പ്രാർത്ഥിക്കുന്ന ഏലിയ അവിടെ ഉള്ളോണ്ട് ഒരു ശക്തിക്കും അവിടെ തൊടാൻ പറ്റാത്ത വിലയിൽ നിന്നു. അവരെന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത്? അവരിതിനു മുമ്പ് പല പ്രയോഗങ്ങളും നടത്തിയപ്പോൾ പല അത്ഭുതങ്ങളും കണ്ടു കാണും. പക്ഷെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ യഥാർത്ഥ ദൈവത്തിന് ഇന്നും പറ്റും. സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ ചില അത്ഭുത അനുഗ്രഹങ്ങളെ നിങ്ങളുടെ നേർക്ക് അയച്ചു തരാൻ ഇന്നും ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. അടുത്ത ഇത് മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത വാക്യം വായിച്ചേ, 25-ാമത്തെ വാക്യം. ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു. ഇനി വേണ്ട, ഇനി 27-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യത്തിന്റെ അവസാനം. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണം ഉണ്ടായില്ല, ആരും ഉത്തരവും നൽകിയില്ല. അവർ ബലിപീഠത്തിന് ചുറ്റും ഉറഞ്ഞു തുള്ളി. അവർ പ്രാർത്ഥിച്ചു, ഉറഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ഉണ്ടായില്ല. അതിന് പോരാഞ്ഞിട്ട് അവർ ഉറഞ്ഞു തുള്ളി. അതിനുശേഷം അവർ കത്തികൊണ്ട് സ്വന്തം ശരീരം വെട്ടി ചോര ഒഴുക്കി ബാൽദേവനെ പ്രീതിപ്പെടുത്താൻ വരെ നോക്കി. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു. ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാൽ ഒരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം. ദിനചര്യ 28-ാമത്തെ വാക്യം. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തം ഒഴുക്കി. ഒന്നും ഒരു മറുപടിയില്ല. എന്തൊക്കെ ചെയ്തു? രാവിലെ തൊട്ട് മധ്യാഹ്നം ഉച്ചവരെ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. അത് പോരാഞ്ഞിട്ട് ഈ ബാൽദേവന്റെ ബലിപീഠത്തിന് ചുറ്റും ഉറഞ്ഞു തുള്ളി. പിന്നെ വാളുകൊണ്ടും കുന്തം കൊണ്ടും ശരീരത്തിൽ വെട്ടി ചോര ഒലിപ്പിച്ചു നോക്കി. ഒരു മറുപടിയും കിട്ടിയില്ല. അപ്പോൾ ഏലിയ പരിഹസിച്ചു. ഇനി അടുത്തതാണ് 30-ാമത്തെ വാക്യം. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. എല്ലാവരും അവിടെ വന്നു. ഇനി നോക്കൂ, ഇപ്പുറം ഒരു ബലിപീഠം ഉണ്ടാക്കി, ഒന്നും നടന്നില്ല. ഇനി ഇപ്പുറത്തൊരു ബലിപീഠം ഉണ്ടാക്കുക. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബലിപീഠം. അതാണ് നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സ്തുതിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ബലിപീഠമാണിത്. നോക്കൂ, എല്ലാവരും അടുത്തു ചെന്നു. കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. അവൻ ആ കേടൊക്കെ പോക്കി, കല്ലൊക്കെ പെറുക്കി വേറൊരു എന്നാണോ ഇങ്ങനെയൊരു ബലിപീഠം നിങ്ങളുടെ കുടുംബത്തിൽ ഉയരുന്നത്, അന്ന് മുതൽ നിങ്ങൾ ചില അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. സത്യമാണോ? നിങ്ങൾ പറയുന്നു എല്ലാം പ്രശ്നമാണ്, എല്ലാം പ്രതിസന്ധിയാണ്, അവിടെ പ്രശ്നമാ, കഷ്ടതയാ, ദാരിദ്ര്യമാ, ഞങ്ങൾ വിദേശത്തേക്ക് പോകാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല, എല്ലാം ശരിയാകുന്നില്ല. നിങ്ങളൊരു ബലിപീഠം ഉണ്ടാക്കണം. വീട്ടിൽ ബലിപീഠം ഉണ്ടാക്കുന്നത് കല്ലും മണ്ണും കൊണ്ടല്ല. ഓരോരോ ദിവസവും നിങ്ങൾ ദൈവവചനം കേൾക്കുന്നില്ലേ? 5-10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നില്ലേ? അത് നിങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠമാണ്, പ്രാർത്ഥനയിൽ ഉണ്ടാക്കിയ ബലിപീഠമാണ്. അതിന്റെ കുറവുകളൊക്കെ പരിഹസിച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണും. ഇവിടെ ഏലിയ ഒരു ബലിപീഠം ഉണ്ടാക്കി. എന്നിട്ട് എന്തു ചെയ്തു എന്നറിയാമോ? 31-ാമത്തെ വാക്യം. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു വെച്ചു. ഹല്ലേലൂയ. ഇനി നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ചുമ്മാ പ്രാർത്ഥിക്കുമല്ലോ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത്രയും പേരെ പ്രാർത്ഥനയിൽ അതിനകത്ത് കൊണ്ടുവരണം. എൻ്റെ വീട്ടിൽ 4 പേരാ ഉള്ളത്, എൻ്റെ വീട്ടിൽ 6 പേരാ ഉള്ളത്. അത്രയും പേരെ ഏലിയ എങ്ങനെയാ ബലി അർപ്പിച്ചത്? ഗോത്രസംഖ്യ അനുസരിച്ച് അത്രയും കല്ലെടുത്ത് അവിടെ അടുക്കി വെച്ചു.
നിങ്ങളും ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ നിയോഗത്തെ എല്ലാ ദിവസവും അടുക്കി ആ ബലിപീഠത്തിന്റെ മുമ്പിൽ ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഏലിയ ഉണ്ടാക്കിയതുപോലത്തെ ഒരു ബലിപീഠമാ നമ്മളും ഇപ്പോൾ ഒരു മനസ്സോടെ ആ ബലിപീഠത്തിന്റെ മുമ്പിലാണ്. ഓരോരുത്തരുടെ നിയോഗവും ഗോത്രസംഖ്യ അനുസരിച്ച് കല്ലെടുത്ത് വച്ചതുപോലെ ഈ ആലയത്തിലുണ്ട്, ഈ ബലിപീഠത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന ശുശ്രൂഷയാണിത്. ഏലിയ എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു ബലിപീഠം ഉണ്ടാക്കി അതിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയാ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അബ്രാഹത്തിന്റെയും ഏലിയ അവിടെ നിൽക്കുമ്പോൾ എത്ര പേര് അതിന്റെ ചുറ്റും ഉണ്ടെന്നറിയാമോ? ഇപ്ര സൈഡിൽ ഏലിയ മാത്രം, അപ്ര സൈഡിൽ 400 + 450 850 പേര് അപ്പുറത്ത് നിൽപ്പുണ്ട് നോക്കിക്കൊണ്ട്. അപ്പോൾ ഏലിയ പ്രാർത്ഥിക്കുക മടിയില്ലാതെ, നാണമില്ലാതെ, ചമ്മലിൽ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ ഒത്തിരി മടിയല്ലേ? നമുക്കൊക്കെ ആരുടെയും മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര ചമ്മലല്ലയോ? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് ചിന്തിക്കും ഷോ എന്ന് നമ്മൾ ചിന്തിക്കും. ഏലിയ ഒരു മടിയോ നാണമോ ചമ്മലോ ഒന്നും കൂടാതെ തൻ്റെ വിശ്വാസത്തെ ഉയർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ. ദൈവമേ, ഞാൻ ഇതാ ബലിപീഠം ഉണ്ടാക്കി എൻ്റെ പ്രാർത്ഥനകളൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങയുടെ ഹിതപ്രകാരമാ പ്രാർത്ഥിക്കുന്നതെന്ന് അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. 37-ാമത്തെ വാക്യമോ, കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നിട്ട് ആ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നോണ്ട് പറയുക, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിയോഗം സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത വാക്കെന്നാ നോക്കിക്കേ, ഉടനെ കർത്താവിൽ നിന്ന്. അതല്ല, ബാൽദേവന് ബലിപീഠം ഉണ്ടാക്കി രാവിലെ തൊട്ട് ഉച്ച വരെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും അനങ്ങിയില്ല. അതിന്റെ 4/1 സമയം എടുത്തിട്ടുള്ളൂ ഇവിടെ പ്രാർത്ഥിക്കാൻ. ഇന്നും ജീവിക്കുന്ന ദൈവത്തോട് പറയുക, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ, വളരെ വേഗത്തിൽ. എന്താണ് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഉടനെ ദൈവത്തിന് ഉത്തരം വരുന്നൊരു പ്രാർത്ഥനയാണ്. ഉടനെ, അങ്ങനെ ഒരു വാക്കുണ്ട്. നിങ്ങളുടെ ബൈബിളിലുണ്ട്, ഞങ്ങളുടെ ബൈബിളിലുണ്ട്, എല്ലാ ബൈബിളിലും ഉടനെ, വേഗത്തിൽ. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ച് ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ശ്രദ്ധിച്ചേ, ശത്രുക്കൾ പോലും കണ്ടു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി, ആ അഗ്നിയെ ഇറക്കി ആ ബലിപീഠത്തെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗം എഴുതിയിട്ടൊരു പള്ളിയാണിത്. ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ കടലാസ് പേപ്പറിൽ എഴുതി ഞങ്ങളൊരു ചുമ്മാ പെട്ടിക്കാത്തൊരിടുവല്ല ചെയ്ത്, ഞങ്ങളുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതി പ്രാർത്ഥിച്ച ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ കിടക്കുവാണ്. ഞങ്ങൾക്കുടനെ മറുപടി തരണമേ. 3 മറുപടിയാണ് കിട്ടിയത്, 3 മറുപടി. ഇനി 40-ാം വാക്യത്തിന്റെ അവസാനം 41-ാം വാക്യത്തിന്റെ ഹെഡിങ് എന്നറിയാമോ? വരൾച്ച അവസാനിക്കുന്നു. അപ്പൊ ഇത്രയും നേരം എന്തുണ്ടായിരുന്നു? വരൾച്ച. അതായിരുന്നു സിറ്റുവേഷൻ. വരൾച്ച എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ദാരിദ്ര്യം പിടിച്ച അവസ്ഥ, അതിന് അവസാനമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. ഇത്രയും നേരം കേട്ടതൊക്കെ ഇതിന് പറയാൻ വേണ്ടി, ഇത് പറഞ്ഞ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാ. എന്നാണോ നിങ്ങൾ സത്യ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, അന്നു വരെ ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ അന്ന് മുതൽ മാറാൻ തുടങ്ങും. അന്ന് വരെ ഉണ്ടായിരുന്ന ആ വഴക്ക് മാറും, ആ സംശയം മാറും, ആ രോഗം മാറും. ഇവിടെ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ ഒരു ബലിപീഠം ഉയർന്നപ്പോൾ തന്നെ സംഭവിക്കുകയാ. അന്നു വരെ ഉണ്ടായിരുന്ന വരൾച്ച അവസാനിച്ചു. നിങ്ങൾ ചിലര് പറയുന്നുണ്ട്, എന്നും വീട്ടിൽ പ്രശ്നമാ. അതെങ്ങനെയാ മാറേണ്ടത്? ഇതുപോലൊരു ബലിപീഠത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രശ്നം മാറാൻ തുടങ്ങും. ഇതെങ്ങനെ മാറും? ഈ കടം എങ്ങനെ മാറും? ഈ പ്രതിസന്ധി. എനിക്കറിയാം, വീട്ടിനകത്തു പോലും ഇരിക്കാൻ പേടിയുള്ളവരുണ്ട് കടം പേടിച്ചിട്ട്.
നാട്ടുകാരെ പേടിച്ചിട്ടേ മുറിക്കാതിരിക്കുമ്പോൾ പോലും ആൾക്ക് പേടിയാവുക. വഴി കൂടെ പോണ ആള് അയാളാണോ, ആ ഹോളിമേൽ അടിച്ച അയാളാണോ, ഈ ഫോൺ വിളിക്കുന്ന ആ റിങ് കേൾക്കുമ്പോൾ ഇത് അയാളാണോ, ഈ മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് പോലും ഓപ്പൺ ആക്കാൻ പേടിയോ. വളരെ പേടിച്ച സ്വന്തം ഫോൺ എടുത്തിട്ട് മെസ്സേജ് ഓപ്പൺ ആക്കി വാട്സപ്പ് നോക്കുന്നത്. പേടിയാ നോക്കാൻ, കടം പേടിച്ചിട്ട്, കടക്കാരെ പേടിച്ചിട്ട് വളരെ പ്രതിസന്ധി നിൽക്കുന്നവരുണ്ട്. വിങ്ങുന്ന മനസ്സുമായി ജീവിക്കുന്നവർ. ബൈബിൾ പറയുന്നു, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, സത്യദൈവത്തെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ആ വരൾച്ച അവസാനിക്കും. ആ പ്രതിസന്ധികൾക്ക് മാറ്റം വരും. സിറ്റുവേഷൻ മാറാൻ തുടങ്ങും. വിശ്വസിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 400 + 450 850 പേരുടെ പ്രാർത്ഥനയാണോ, ദൈവഭക്തനായ ഏലിയ എന്ന ഒരാളുടെ പ്രാർത്ഥനയാണോ സിറ്റുവേഷന് മാറ്റം വരുത്തിയത്? ആ ഒറ്റ ദൈവഭക്തനായ ആ ഏലിയായുടെ പ്രാർത്ഥന. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എന്നെ പലരും പരിഹസിക്കും. ചിലർ പറയും ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത് പാടാനാണ്, വേറെ പണിയില്ലാഞ്ഞിട്ടാണ്, ഇവിടെയൊന്നും പ്രാർത്ഥനാലയം ഇല്ലാഞ്ഞിട്ടാണോ ഇനി കെട്ടി എഴുന്നില്ല അങ്ങോട്ട് പോകുന്നത്. അതെല്ലാം ഒരു നിയോഗമാണ്. നമ്മളെ പലരും വിമർശിക്കും. നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും കേൾക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. ഏലിയ അങ്ങനെ ചിന്തിക്കും, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കില്ലേ എന്ന് വിചാരിച്ച് ഏലിയ ബലിപീഠത്തിൽ നിന്ന് മാറി നിന്നായിരുന്നെങ്കിൽ അഗ്നി ഇറങ്ങുമായിരുന്നോ, വരൾച്ച മാറുമായിരുന്നോ? അത് ഇന്നും അതുപോലെ തുടർന്ന് തകർന്ന് തരിപ്പണമായനേയും. ഏലിയായെപ്പോലെ ആരെങ്കിലും ഒക്കെ വേണം ഇതുപോലെ ദൈവത്തെ വിളിച്ച് മനസ്സ് നുറുങ്ങി വിളിക്കുന്ന ആരെങ്കിലും ഒക്കെ വേണം. ചിലപ്പോൾ നമ്മളിവിടെ പ്രസംഗിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ പലരുടെയും കളിയാക്കലും ആട്ടും തുപ്പും നിന്ദകളൊക്കെ കേട്ടിട്ട് അതും സഹിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് പോലും. പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആകാശത്തോളം ശക്തി ഇറങ്ങാൻ കഴിവുള്ള, ശക്തിയുള്ള, ബലമുള്ള ദൈവത്തിന്റെ ശക്തിയാണ് നിന്റെ പ്രാർത്ഥനയിൽ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഏലിയ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഇനി അടുത്തൊരു വാക്യം വായിച്ചേ, 41-ാമത്തെ വാക്യം. ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ സംഭവിച്ചതാണ്. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. ഏലിയ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി പോയി നീ ഫുഡ് കഴിച്ചോ. വലിയ മഴ ഇരമ്പുന്നു. വലിയ മഴ ഇരമ്പുക എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചെവി കേൾക്കുവാണ്. വലിയ മഴ പെയ്ത്, നമുക്കറിയത്തില്ല, അങ്ങ് മഴ വരുമ്പോൾ നമ്മൾ പറയും ദാ മഴ പെയ്ത് വരുന്നുണ്ട്, നമുക്കറിയാം മഴയുടെ ആ ശബ്ദം. അപ്പോൾ ഞാനിത് പറയട്ടെ, പ്രാർത്ഥന ഉയരുമ്പോൾ ചില അനുഗ്രഹങ്ങൾ നിന്റെ മേർക്ക് ഇങ്ങനെ വരുന്നത് ചെവികളിൽ ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും. നിനക്കുള്ള അനുഗ്രഹം നിന്റെ കയ്യെത്തുന്ന ദൂരത്തേക്ക് അടുത്തടുത്ത് പെയ്ത് പെയ്ത് വരുന്നത്. അതല്ലേ ഏലിയ പറഞ്ഞത്? ഒരു മഴ ഇരമ്പുന്നുണ്ട്, ഒരു ശബ്ദം കേൾക്കുന്നു. പ്രാർത്ഥന ഉയരുമ്പോൾ കാതുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശബ്ദം നീ തകരൂന്ന് പറയുന്ന ശബ്ദമല്ല, നീ രക്ഷപ്പെടിയേലുന്ന ശബ്ദമല്ല, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ മഴ പെയ്തു വരുന്നതിന്റെ ശബ്ദമാണ്. അത് വലിയ ദൂരത്തല്ലാതെ അത് അടുത്തടുത്തടുത്ത് അത് പെയ്തു വരുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നു അത്? പ്രാർത്ഥന ഉയരുമ്പോൾ അനുഗ്രഹങ്ങൾ തെന്നി മാറുകയല്ല, അത് പെയ്ത് പെയ്ത് അടുത്തടുത്തടുത്തേക്ക് വരും. എൻ്റെ അനുഗ്രഹങ്ങളെ കുറച്ചുകൂടെ എൻ്റെ ജീവിതത്തോട് അടുപ്പിക്കുന്ന ഒന്നാണ് ഈ ആരാധന പോലും, ഈ പ്രാർത്ഥന പോലും, ഈ കേൾക്കുന്ന വചനം പോലും. ഹല്ലേലൂയ. ഈ മഴയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അന്ന് എല്ലാ ദിവസവും മഴയുണ്ട്. ഇല്ല, കുറേ വർഷങ്ങളായി മഴയില്ലാതെ മൃഗങ്ങൾ വരെ ചത്തൊടുങ്ങിയ, ഒരു തുള്ളി വെള്ളമില്ലാതെ എല്ലാം ഉണങ്ങി വരേണ്ട സമയത്താണ് പ്രാർത്ഥന ഉയർന്നത്. അപ്പോഴാ കേട്ടത് മഴയുടെ ഒരു ഇരമ്പുന്ന ശബ്ദം. നിങ്ങൾ നാളുകളിൽ കേൾക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൗഖ്യം വരുന്ന ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ള ഒരു സ്ഥാനത്തെത്തുന്ന ഒരു ശബ്ദം, ഒരു അനുഗ്രഹമുള്ള വാർത്ത. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കൂ, എൻ്റെ മകൻ്റെയും മകളുടെയും ജീവിതം എന്താകും? അവർ തമ്മിൽ വഴക്കാണല്ലോ, അവർ തമ്മിൽ സ്നേഹത്തിലാകുന്ന ഒരു വാർത്ത നിങ്ങളുടെ ചെവികളിൽ കേൾക്കാൻ ഇടവരട്ടെ. ആ പ്രശ്നങ്ങൾ മാറുന്നതിന്റെ ചില അടയാളങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ. സാഹചര്യങ്ങൾ മാറും. പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഏത് വരൾച്ചയെയും മാറ്റാൻ പറ്റും. അവിടെ ദൈവത്തിൻ്റെ തീ കൊണ്ടുവരും, ദൈവത്തിൻ്റെ തീ അവിടെ വരും. എന്തിനാ ഇത്രയും ദൂരത്ത് നിങ്ങളിവിടെ വന്നതെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഒന്നും ലഭിച്ചില്ലേലും എന്തോ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഒരു സന്തോഷമായി ഇവിടെ വന്നു പോകുമ്പോൾ.
ഒരാനന്ദമാണ് ഇവിടെ വന്നു പോകുമ്പോൾ. അല്ലാതെ ആരെക്കൊണ്ട് പറ്റും ഈ അധികം വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത ഈ കുഞ്ഞു ഹാളിനകത്ത് ചൂട് സഹിച്ച് ഇങ്ങനെ ഇരിക്കാൻ ആരെക്കൊണ്ട് പറ്റും? നമ്മൾ എവിടെയും ഇരിക്കുമോ? നമ്മൾ ആ മുറ്റത്തോട്ട് പോയ പ്ലാവ് ചോട്ടി പോയി ഇരിക്കത്തില്ലേ? ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നൽകുന്ന ബലവും ശക്തിയും നിസ്സാരമല്ല, അത് അത്ഭുതമാണ്, അത് അത്ഭുതമാണ്. എന്നെ പറഞ്ഞു നോക്കൂ, ഒരു വലിയ മഴ ഇരമ്പുന്നു, അതിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, അതിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, വരൾച്ച മാറി. രണ്ടൊരു അനുഗ്രഹത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം, 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള, അയ്യോ ഇച്ചിരേ ഉള്ളൂ, എന്തേരെയുണ്ട്? ആകാശത്ത് മനുഷ്യന്റെ എൻ്റെ കയ്യോളമുള്ള ഒരു മേഘം അവിടെ നിപ്പുണ്ടെന്ന്. പ്രാർത്ഥിക്കുന്നവന് ദൈവം കാണിച്ചു തരുന്ന കുഞ്ഞൊരു അടയാളമാണേലും കുഞ്ഞൊരു പിടിവള്ളിയാണേലും അതേ പിടിച്ചു കയറി രക്ഷപ്പെട്ടോണം. പ്രാർത്ഥിക്കുന്നവന് രക്ഷപ്പെടാനുള്ള ചില ചെറിയ വള്ളികൾ ദൈവം ഇട്ട് തരും. അതിൻ്റെ നേരെ ചെളിവാരി എഴുതി അതേ പിടിച്ചു കയറി അന്നേരെ രക്ഷപ്പെട്ടോണം. എപ്പോഴും അവസരങ്ങളില്ല. ഏലിയ പോയി നോക്കി ഒരാൾ പറയുക, മനുഷ്യന്റെ കരത്തോളമുള്ള, ഇച്ചിരേ ഉള്ളൂ, മനുഷ്യന്റെ കയ്യോളം നീളമുള്ള ചെറിയ ഒരു മേഘം, ഒരു ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. ആകാശത്ത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതൊന്നും ഒരു മഴ പോലും പോയിട്ട് ഒരു ചാറ്റമഴയ്ക്ക് പോലുള്ള കാറില്ല. ചിലപ്പോൾ നമ്മൾ മഴക്കാറിനെ പോലും വിശ്വസിക്കാറുണ്ട്. ആകാശത്ത് മഴക്കാർ വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ന് ഉച്ച കഴിഞ്ഞ് മിക്കവാറും മഴയുണ്ടെന്ന്. നിങ്ങൾ തന്നെ പറയും, എന്നും മിക്കവാറും മഴയുണ്ട്, കുട വേണേ കൊണ്ടുപോ. ആകാശത്ത് മഴക്കാർ വരുമ്പോൾ ആ മഴക്കാറിൽ പോലും നമുക്ക് വിശ്വാസമുണ്ട്, ഇത് മഴ പെയ്യും, 3 മണിക്കൊരു മഴ പെയ്യും, 5 മണി ആ മഴ ഇന്ന് ഉറപ്പാ. എങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആ അടയാളം കാണുമ്പോൾ ദൈവഭക്തന് പറയാൻ പറ്റും, ഇതൊരു അനുഗ്രഹമായി മാറും, ഇതൊരു നന്മയായി മാറും, ഇത് വെറുതെ ആകത്തില്ല, ഇതൊരു നന്മയായി പെയ്തിറങ്ങും. അതൊരു ഭക്തന് കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പൊ എന്തേരേ ഉള്ളൂ? പ്രാർത്ഥിച്ചതിന് ഉത്തരം ചെറുതാ, ഒരു മനുഷ്യന്റെ ചെറുതു മതി. പക്ഷെ പെയ്ത മഴ ചെറുതാണോ? ചെറിയ മഴക്കാറേ ഉള്ളൂ, പക്ഷെ പെയ്ത മഴ വലിയ മഴയാണ്. പ്രാർത്ഥനയ്ക്കുത്തരമായി ഇന്ന് കാണുന്നത് കുഞ്ഞൊരു അടയാളമാണ്. എൻ്റെ കൊച്ചാ രാജ്യത്തേക്ക് പോയിട്ടേ ഉള്ളൂ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, സാരമില്ല, അത് മതി, അത് വലിയ അനുഗ്രഹമായത് നാളുകളിൽ മാറിക്കൊള്ളും. ഹല്ലേലൂയ. അടുത്ത വാക്യം, 45-ാമത്തെ വാക്യം, നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. വലിയ മഴ. മഴക്കാർ എന്തേരം ഉണ്ടായിരുന്നു? മനുഷ്യന്റെ കൈയുടെ അത്രേ ഉള്ളൂ. ആകാശത്ത് മനുഷ്യന്റെ കരത്തോളമുള്ള ഒരു മഴമേഘം കണ്ടാ വലിയ മഴ പെയ്യുമോ? എവിടെ പെയ്യാനാ? അത് സാധാരണ മഴക്കാറല്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞു കാര്യങ്ങൾ മതി, അത് നാളുകളിൽ വലിയൊരു അനുഗ്രഹമായി നിനക്കത് മാറിക്കൊള്ളും. ഇത്ര അനുഗ്രഹമേ കിട്ടിയുള്ളൂ, അവിടെ പോയിട്ടൊന്നും കാര്യമില്ല, ചെറുത് മതി, ചെറിയൊരു അനുഗ്രഹം മതി, എന്റെ ജീവിതം രക്ഷപ്പെടാൻ അത് മതി. ഇനി അടുത്തൊരു കുഞ്ഞു കാര്യം കൂടി ഉണ്ട്. 46-ാമത്തെ വാക്യം, കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രൽ കവാടം വരെ ഓടി. ആഹാബിന് മുൻപേ പലരെക്കാളും മുമ്പിൽ എത്തിച്ചു ബലിപീഠം ഉണ്ടാക്കിയവൻ. ആഹാബ് വലിയ പുള്ളി മുമ്പിലല്ല, ഇപ്പൊ പുറകില. പക്ഷെ ആഹാബിനേക്കാൾ മുമ്പിൽ ഇപ്പൊ ആരാ? ബലിപീഠമുണ്ടാക്കി ദൈവത്തിന്റെ നാമത്തെ വിളിച്ചവൻ. ആഹാബിന് മുൻപേ പ്രാർത്ഥിച്ച നിങ്ങൾ, പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബം, പ്രാർത്ഥിച്ച നിങ്ങളുടെ തലമുറ പലരുടെയും മുൻപിലെത്തും. വിശ്വസിക്കുന്നു. പലരുടെയും മുമ്പിലെത്തും, സാമ്പത്തികമായി പലരുടെയും മുമ്പിലെത്തും. ആരോ ഇന്ന് എന്നെ കണ്ടപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞല്ലോ, ഒരു അമ്മ പറഞ്ഞു, എനിക്കറിയത്തില്ല അവരെവിടുന്നാ വന്നതെന്ന്. അവരുടെ 2 മക്കൾ പെൺമക്കളാണ്, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ആൺപിള്ളേരുണ്ട്, നിങ്ങൾക്ക് 2 പെൺപിള്ളേരല്ലേ, ഇനി എന്നാ കൊണ്ട് ജീവിക്കാനാ, എങ്ങനെ ജീവിക്കും, കാത്തിരുന്ന് കാണണം, എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ആ 2 പേരും ജർമ്മനിയിലാണ്. അവർ പറയുമോ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്ന് പലരെക്കാളും മുൻപിലാണ്. പ്രാർത്ഥിച്ചു ബലിപീഠം പണിയുന്നവൻ എല്ലാവരുടെയും പുറകിലല്ല, അവനെ ദൈവം പലരുടെയും മുമ്പിൽ കൊണ്ടുവരും. ബലിപീഠം പണിയുമ്പോൾ പലരും പറയും, ഇവന് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവനെന്തോ പ്രശ്നമുണ്ട്, ഇവന് പ്രാർത്ഥന കയറി ഭക്തി കൂടി എന്തോ ഭ്രാന്തായതാണ്, എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പ്രാർത്ഥന കണ്ട് നമ്മളെ പരിഹസിച്ചവർ പോലും നമ്മുടെ പിറകിലായി. ബലിപീഠം പണിത ഏലിയ ആഹാബിനേക്കാളും മുമ്പിലെത്തി. എന്തിന്റെ പേരിലാ ഇന്ന് പുറകെ കിടക്കുന്നേ?
എന്തിൻ്റെ പേരിലാണ് ഇന്ന് പുറകിൽ? വീടില്ല, ജോലിയില്ല, വിവാഹം നടന്നിട്ടില്ല, പിള്ളേരില്ല, പലരുടെയും പുറകില്ല. ഞങ്ങൾ ആഘോഷങ്ങൾക്കൊന്നും പോകാറില്ല, ഇപ്പോൾ പള്ളിയിലും പോകാറില്ല. ഞങ്ങൾക്കൊരു മടിയാണ് എല്ലാവരെയും ഫേസ് ചെയ്യുക. ഞങ്ങൾ പള്ളിയിലൊക്കെ പോക്ക് നിർത്തി. പലരും ഇങ്ങനെ പള്ളിയിൽ പോകാത്തവരുണ്ട്. എന്തിനെന്നറിയോ? അവർക്ക് പലരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നാണക്കേട്. അവരാരെങ്കിലും ചോദിച്ചാലോ, അതുകൊണ്ടൊന്നും പോകുന്നില്ല. നിങ്ങൾ പലരുടെയും മുമ്പിലെത്തും കേട്ടോ. ജീവിതത്തിൽ തോറ്റു, ഈ വചനം കേട്ട ഒരു കുഞ്ഞു പോലും ജീവിതത്തിൽ തോറ്റു പോകരുത്. ജീവിതത്തിൽ സ്വയം തോൽപ്പിക്കരുത്. ചില ആളുകൾ എന്നെ കണ്ടവർ സ്വയം തോൽപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്നെ ഇന്ന് കാണാമെന്ന 3 പേർ പറഞ്ഞു എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലെന്ന്. സ്വയം തോൽപ്പിക്കരുത്, സ്വയം തോൽക്കരുത്. ചില ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വയം തോറ്റുപോയി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ തോക്കല്ല്, നീ ജയിക്കണം. ഈ ദൈവവചനം കേൾപ്പിക്കുന്നത് 1/4 മണിക്കൂർ എന്തൊക്കെയോ ഒരു വെടുവാ പൊളിച്ചതല്ല. നീ ജയിക്കാൻ വേണ്ടി ദൈവം നിന്നോട് സംസാരിച്ചതാണ്. മടുത്തു പോകല്ലേ ജീവിതത്തിൽ. കുരിശിലെ യേശു സഹിച്ചതുപോലെ സഹിച്ച ഒരുപാട് അമ്മമാർ, അപ്പച്ചന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഈ ശബ്ദം കേട്ടോണ്ടിരിപ്പുണ്ട്. എനിക്കവർ വ്യക്തിപരമായ ബന്ധമുള്ളവരൊന്നുമല്ല. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഒത്തിരി സഹനത്തിലാണെന്ന്. എനിക്ക് അന്നേരം ഞാൻ അവരോട് ചിലരോട് പറഞ്ഞു, ക്രൂശിലെ യേശു സഹിച്ചതുപോലെ നിങ്ങൾ ഒത്തിരി സഹനത്തിലാണല്ലോ എന്ന്. മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ഇത് കേൾക്കുന്ന ഒരു കുഞ്ഞും നാളുകളിൽ ഞങ്ങളുടെ ചെവിയിൽ ആരും കേൾക്കാൻ, വാർത്ത കേൾക്കാൻ അവർ തോറ്റുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. നാളുകളിൽ കേൾക്കാൻ ഇടയാകണം നിങ്ങൾ ജയിച്ചു എന്ന്. എങ്ങനെ ജയിച്ചുവെന്ന്? ദൈവാനുഗ്രഹത്തിൽ ജയിച്ചുവെന്ന്. തോക്കണ്ട സ്ഥാനത്തും രക്ഷപ്പെടാനായി വചനം പറയുന്നത്. തകർന്നു പോകേണ്ട സ്ഥാനത്തും രക്ഷപ്പെടാനാ ഈ വചനം നിങ്ങളെ ദൈവം പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുന്നത്. ഇത് ചുമ്മാ ഒരു രസത്തിനായി, ഒരു ഓളത്തിന് പറഞ്ഞു പോകുന്നതല്ല. നിങ്ങൾ രക്ഷപ്പെടണം. എവിടെയോ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ചില പിടിവള്ളികൾ ദൈവം ഇട്ട് തന്നോണ്ടിരിക്കുവാണ്. അതിൽ ചാടി കയറി പിടിച്ചു നന്ദി പറഞ്ഞ് കയറി രക്ഷപ്പെട്ടോണം. പ്രതിസന്ധികൾ മാറും, പ്രതിസന്ധികൾ മാറും. എഴുതിയിരിക്കുന്ന കണ്ടോ, അവൻ ആഹാബിന് മുമ്പേ ആ ലക്ഷ്യത്തിലെത്തി. പലരെക്കാളും മുമ്പിൽ ജീവിക്കാൻ പറ്റും. ആത്മീയതയിലാണേലും സാമ്പത്തികത്തിലാണേലും പലരെക്കാളും വസ്ത്രം കൊണ്ടും ജീവിതം കൊണ്ടും രീതി കൊണ്ടും വാഹനങ്ങൾ കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും പലരുടെയും മുമ്പിൽ ജീവിച്ചോണം. അഭിമാനത്തോടെ ജീവിച്ചോണം. ഒരാളും മദ്യപിച്ചും ലക്കുകെട്ടും തകർന്നും കുടുംബജീവിതം തകർന്ന് ഭ്രാന്തനെ പോലെ കാണാൻ ഇടയാകരുത്. രക്ഷപ്പെട്ടോണം, നന്നായി ജീവിക്കണം, ദൈവത്തെ മുറുകെ പിടിക്ക്. ഞാനൊരു കുഞ്ഞൊരു മരുന്ന് പറയാം, മരുന്നല്ല എന്നാലും പറയാം. നിങ്ങൾക്ക് നല്ല ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തെ സൂക്ഷിച്ചാൽ ആ ബന്ധം തകരില്ല. സ്വന്തം ബുദ്ധിയിൽ ബന്ധത്തെ സൂക്ഷിച്ചാൽ അത് ഭാര്യയാകാം, ഭർത്താവാകാം, അപ്പനാകാം, അമ്മയാകാം, മാതാപിതാക്കളാകാം. നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ആ ബന്ധം നിലനിർത്തുന്നതെങ്കിൽ ഇടയ്ക്ക് പൊട്ടിപ്പോകും. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ബന്ധത്തെ സൂക്ഷിക്കാൻ പഠിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ മക്കളെ വളർത്താൻ പഠിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പഠിക്കുക. പലരെക്കാളും മുമ്പിലെത്തും. എനിക്കത് നല്ല ആഗ്രഹമാണ്. ഇവിടെ 100 പേരായിരിക്കും നാളെ വരുന്നത്, 50 പേരായിരിക്കും വരുന്നത്, ചിലപ്പോൾ 5 പേരായിരിക്കും വരുന്നത്. ആ 5 പേര് പലരെക്കാളും മുമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ചെത്തണം. അതിനെ മുമ്പിലെത്താൻ എന്നാ വേണമെന്നറിയോ? ഇതുപോലൊരു ബലിപീഠം ഉയരണം. അതിന് പൈസ മുടക്കൊന്നുമില്ല, മനസ്സിലൊരു നല്ല തീരുമാനം മതി. ഒന്ന് എഴുന്നേറ്റു നിന്നേ, ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഏലിയ ഇങ്ങനെ ചിന്തിക്കുവാണെന്നിരിക്കട്ടെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇനി എൻ്റെ കൂടെ നിൽക്കാനൊന്നും ആരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, അവരുടെ കൂടെ 850 പേരുണ്ട്, ഞാൻ ഇനി ഒന്നിനുമില്ല, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പലരെക്കായാലും മുമ്പിൽ എത്തുമായിരുന്നോ? ഏലിയ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാ, പക്ഷെ എൻ്റെ ദൈവം കൂടെ ഉണ്ട്. 850 പേര് അപ്പുറത്ത് നിന്ന് ശത്രുപക്ഷത്ത് നിന്ന് പരിഹസിച്ചപ്പോഴും ഏലിയ ഒട്ടും തളർന്നില്ല, ഒട്ടും തകർന്നില്ല. കുഞ്ഞെ, ഒരിക്കലും തളരരുത് കേട്ടോ. തോൽക്കാൻ എളുപ്പമാ, ജയിക്കാനാ പാട്. കുഴിയിൽ ചാടാൻ എളുപ്പമാ, കുഴിയിൽ നിന്ന് കയറാനാ പാട്. ഇത് കുഴിയിൽ ചാടാൻ വേണ്ടിയല്ല, കുഴിയിൽ നിന്ന് കയറാൻ വേണ്ടിയാണ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒന്ന് കണ്ണുകളെ അടച്ച്, ജീവിതത്തിൽ തോറ്റുപോകാൻ അതിന്റെ വക്കത്ത് നിൽക്കുന്ന ആരൊക്കെ ഉണ്ട്? തോറ്റുപോകാൻ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇനി എന്താ ചെയ്യണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ, ജീവിക്കണോ വേണ്ടയോ, പോയി മരിച്ചാലോ എന്ന് പൊട്ട ബുദ്ധിക്ക് ചിന്തിക്കുന്നവര് പോലെ ഉണ്ട്. തോൽക്കരുത്, തോറ്റുപോകരുത്. ജീവിതം തകർന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്.
ഒരുപാട് 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 സഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. മനസ്സ് നിറയെ വിങ്ങുന്ന വേദനയുമായിരിക്കുന്നവരുണ്ട്. ഞാൻ കരഞ്ഞാൽ എൻ്റെ അടുത്ത കസേരയിൽ ഇരിക്കുന്ന ആ ആൾ എന്ത് ചിന്തിക്കുമെന്നോർത്ത് കണ്ണുനീര് പോലും കരച്ചിൽ പോലും പിടിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. നീ തോൽക്കരുത്. നിങ്ങൾ തീരുമാനം, എൻ്റെ ദൈവത്തിൽ ഞാൻ തീരുമാനിക്കാൻ ഞാൻ തോക്കത്തില്ല. ഞാൻ പലരെക്കാളും മുമ്പിൽ ജീവിക്കും. എനിക്കിന്ന് വീടില്ല, നീ എങ്ങനെ ജീവിക്കും? എൻ്റെ പിള്ളേരുടെ കാര്യം എന്താകും? നീ പലരെക്കാളും മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നു. നീ പലരെക്കാളും മുമ്പിലെത്തും. സാമ്പത്തികമായി ഇന്ന് പുറകിലാണോ? പലരെക്കാളും മുമ്പിലെത്തും. സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും പുറകിലാണോ? നീ നാളുകളിൽ പലരെക്കാളും മുമ്പിൽ. അല്ലെങ്കിൽ ഇത് എഴുതില്ലല്ലോ, ബലിപീഠം സത്യ ദൈവത്തിന് വേണ്ടി 12 കല്ലെടുത്ത് ബലിപീഠം പണിത് ഏലിയ പലരെക്കാളും മുമ്പിൽ, വലിയ പുള്ളികളെക്കാൾ മുമ്പിലെത്തി. നിന്നെ മുമ്പിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ കരം നിന്ന് ചേർത്ത് പിടിക്ക്. കണ്ണുകളെ അടച്ച് ഒരു തീരുമാനമെടുത്ത്, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ കൈവിട്ടു പോയി, പക്ഷെ എനിക്ക് ഇന്ന് മുതൽ ഒരു നല്ല ജീവിതം ആരംഭിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് സമ്പത്ത് പോയി, പൈസ പോയി, ആരോഗ്യം പോയി, എല്ലാം പോയി. ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇവിടെ നിന്ന് പുതിയ തുടക്കങ്ങളിട്. ദൈവം എന്തിനാ ഈ പുണ്യപ്പെട്ട ഭൂമിയിൽ നിങ്ങളെ കാലുകുത്തിച്ചത്? എന്തിനാ ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നത്? ഇവിടെ വച്ചൊരു പുതിയ അധ്യായം തുടങ്ങാനാണ്. ഇവിടെ വച്ച് ചിലത് ആരംഭിക്കാനാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാണ്. ആ 2 കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഏലിയ ബലിപീഠമുണ്ടാക്കി പ്രാർത്ഥിച്ചിട്ട് എല്ലാവരുടെയും പുറകിലായി നാണം കെട്ടുപോയി എന്നാണോ? ബലിപീഠമുണ്ടാക്കിയ ഏലിയ പലരെക്കാളും മുമ്പിലെത്തി, പലരെക്കാളും മുൻപിലെത്തി. ഈ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ പലരെക്കാളും മുമ്പിലെത്തണം. ഇവർ പലരെക്കാളും മുമ്പിലെത്തണം. ഇവർ ഒന്നിലും പുറകിലായി പോകരുത്. ഇവർ ഒന്നിലും തോറ്റു പോകരുത്. ജീവിതത്തിൽ മടുത്തു പോവല്ല്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന ശുശ്രൂഷയാണിത്. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ്. പഴയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ ജനങ്ങളെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ കരുതിയെങ്കിൽ 1000 ഇരട്ടി കരുതാൻ ശക്തിയാണ് ദൈവത്തിന് ഇന്ന്. അന്ന് ദൈവം ഇത്രയും കരുതിയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്നെയും നിങ്ങളെയും കരുതാതിരിക്കുമോ? ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരാൾ അതിനകത്തുണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും കയറി വരാൻ പറ്റത്തില്ല. ഇതുപോലൊരു പ്രാർത്ഥനയുടെ ബലിപീഠം ജീവിതത്തിനകത്ത് വേണം, എൻ്റെ വീടിനകത്ത് വേണം, എൻ്റെ ശുശ്രൂഷയിൽ വേണം. അപ്പോഴാ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വെളിപ്പെടുക. എനിക്ക് കേട്ടോ എന്തെല്ലാം കാര്യങ്ങളാ സംഭവിച്ച 32ാമത്തെ വാക്യം. ആ കല്ലുകൾ കൊണ്ട്, ആ 12 കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അതിന് ചുറ്റും ഒരു ചാലുണ്ടാക്കി. ബലിപീഠത്തിന്റെ മേൽ കാളയെ കൊന്നുവച്ച് കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചിട്ട് 4 കുടം വെള്ളം ദഹന ബലിവസ്തുവിലും വിറകിലും ഒഴിക്കുക. ആരെങ്കിലും തീ കത്താനിരിക്കുമ്പോ വെള്ളം ഒഴുക്കുമോ? വെള്ളം കൊണ്ട് ഒഴിക്കുമോ? നനഞ്ഞ വിറക് തീ പിടിക്കുമോ? പക്ഷെ ഏലിയ പറഞ്ഞു, ദൈവത്തിന്റെ തീ സകലതിനെയും സ്വീകരിക്കും. വെള്ളം ഒഴിച്ചു. അത്രയും നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു വെള്ളം ഒഴിക്കാൻ, വീണ്ടും പറഞ്ഞു വെള്ളം ഒഴിക്കാൻ. അങ്ങനെ വെള്ളം ഒഴിച്ചു. വിറകൊക്കെ നനഞ്ഞു കുതിർന്ന് വെള്ളത്തിൽ കിടക്കുക. കാളയുടെ ഇറച്ചിയും വിറകും ഒക്കെ. എന്നിട്ട് ഏലിയ എന്തു ചെയ്തെന്നറിയാമോ? 36ാമത്തെ വാക്യം. ദഹനബലിയുടെ സമയമായപ്പോൾ, ആ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്നു പ്രാർത്ഥിച്ചു. എവിടെയേലും ഇരുന്നല്ല പ്രാർത്ഥിച്ചത്, ആ ബലിപീഠത്തിന്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, ഈ നിയോഗ പ്രാർത്ഥനയുടെ ബലിപീഠത്തിൽ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരായി ഇത്രയും പേര്. ആമേൻ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചേ. ഇനി ചില അത്ഭുതങ്ങൾ ആരംഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വീട്ടിൽ എന്നാണ് ഇതുപോലൊരു ബലിപീഠം ഉയരുക? എന്നാണ് ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക? എന്നാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് അടുത്തു വന്നൊന്ന് പ്രാർത്ഥിക്കുക? എന്നാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നൊന്ന് പ്രാർത്ഥിക്കുക? ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൾ അപ്പുറത്തിരിക്കുന്നു, ഒരാൾ ഇപ്പുറത്തിരിക്കുന്നു, ആരും തമ്മിൽ ഒരു ഐക്യമില്ല, സ്നേഹമില്ല. ഞാൻ കുറെ പ്രാർത്ഥിക്കുന്നുണ്ട്, പോരാ. എന്നാണോ ഏലിയായെ പോലെ ഒരുമിച്ച് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നത്,
അന്ന് മുതൽ ചില നന്മകൾ വെളിപ്പെടും. അപ്പോൾ ചിലർ ചിന്തിക്കുന്നു, എൻ്റെ വീട്ടിലെ ചിലർക്കൊട്ടും വിശ്വാസമില്ല, എൻ്റെ വീട്ടിലെ ചിലർ വിശ്വാസത്തിനെതിരാണ്. സാരമില്ല, അവരുടെ പേരുകൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്ക്, അവരെ കൂടി മനസ്സിൽ കൊണ്ടുവന്നെന്ന് പ്രാർത്ഥിച്ച് ഏലിയ എന്തു ചെയ്തു? ഞാൻ ഇപ്പോൾ ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞ് ബലിയർപ്പിക്കുകയല്ല, ഗോത്രസംഖ്യ അനുസരിച്ച് 12 കല്ല് അവിടെ കൊണ്ടുവന്ന്, എന്നിട്ട് അതിനെ എല്ലാം ചേർത്ത് വെച്ച് അതിൻ്റെ മുമ്പിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളായിരിക്കും ഇവിടെ വന്നത്, 2 പേരായിരിക്കും ഇവിടെ വന്നത്. വീട്ടിലുള്ള സകലരെയും ഒന്ന് മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, എന്നിട്ടൊന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏലിയ പ്രാർത്ഥിച്ച് പിന്നീട് വെളിപ്പെട്ടത് ചില അത്ഭുത അടയാളങ്ങളാണ്. ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി രാവിലെ തൊട്ട് മധ്യാഹ്നം വരെ എന്തൊക്കെ ചെയ്തിട്ടും മുറഞ്ഞു തുള്ളിയിട്ടും കുന്തം കൊണ്ടും വാക്കത്തി കൊണ്ടും ശരീരം കുത്തി ദ്രോഹിച്ചിട്ടും രക്തമൊഴുക്കിയിട്ടും ബാൽദേവന് ഒരു അനക്കവും ഉണ്ടായില്ല. എന്നാൽ സത്യ ദൈവത്തിന്, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ബലിപീഠം ഉണ്ടാക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ട അത്ഭുതങ്ങളെ ഞാൻ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, 400 + 450 850 പേര് ബാൽദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരനക്കവും ഉണ്ടാകാതിരുന്നെന്നറിയാമോ? ആ ബാൽദേവന്റെ ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ബാൽദേവനും ശക്തിയുണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏലിയ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തിന്മയുടെ ശക്തിക്ക് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. തിന്മയുടെ ശക്തിക്ക് ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തരായ മനുഷ്യൻ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ, തിന്മയുടെ ശക്തിക്ക് നിങ്ങൾക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധ്യമല്ല. ഹല്ലേലൂയ. ആ ഇരുന്നു കൊണ്ട് ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തി അധരം തുറന്നൊന്ന് വിളിച്ച് സ്തുതിക്കാമോ? ജീസസ്, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ജീസസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഒന്ന് കരമടിച്ചൊന്ന് പാടാമോ? എല്ലാവരും ചേർന്ന് ആമേൻ. യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ഒരുമിച്ച് പാടുന്നു. യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തുനാമം. അർത്ഥമറിഞ്ഞു പാടിക്കേ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തുനാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള. ശബ്ദമുയർത്തി ഒന്ന് പാടാമോ? ശ്രീയേശുനാമം അതിശയനാമം, ഏഴയരിക്കുമ്പനാമം. പാടിക്കേ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയരിക്കുമ്പനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം. പറയാമോ? ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. അതുകൊണ്ട് പറയുന്നു, യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം എന്ന് പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം ശ്രദ്ധിച്ചേ. നമ്മളിന്ന് കേട്ട ഒരു കാര്യം മറക്കല്ല്. ബലിപീഠമുണ്ടാക്കി പ്രാർത്ഥിച്ച ഏലിയ പലരെക്കാളും മുമ്പിലെത്തി. ഓ, ഇന്നൊക്കെ എങ്ങനെ നടക്കുമോ? ഈ നിൽക്കുന്ന ഞാൻ കുപ്പേ കിടന്ന മനുഷ്യനാണ്, ചെളി കിടന്ന മനുഷ്യനാണ്. അത്രയും തകർന്ന് തരിപ്പണമായി ചീഞ്ഞ കുപ്പേ കിടന്ന എനിക്ക് ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ
നിങ്ങൾക്ക് നാളുകളിൽ പലരെക്കാളും മുമ്പിൽ ഞാൻ എത്തിക്കുമെന്നല്ല, ദൈവം എത്തിക്കും. ദൈവം എത്തിക്കും. അത് നിങ്ങൾ വിശ്വസിക്കുക. അത് ദൈവത്തിൻ്റെ വാക്കാണ്. ഹല്ലേലൂയ. നമ്മളിവിടുന്ന് എല്ലാവരും ഒരു ചെറിയൊരു കൊന്തയാണ് ഇത്. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നൊരു കൊന്തയാണ്. ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഒത്തിരി പേർക്ക്. സത്യം പറഞ്ഞത് മനസ്സിലാകാൻ നമ്മളധികം പറഞ്ഞും കൊടുത്തിട്ടില്ല. കുറച്ച് പേരോടൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഇതിങ്ങനെയാണ്, 33 മണികളുണ്ട്. ഇവിടെ ഒരു മുത്തുണ്ട്, ഒരു കാശ് രൂപമുണ്ട്. ഈ ഒരു മുത്ത് നമ്മളെല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വചനം ഒരു പ്രാവശ്യം മനസ്സിരുത്തി പറഞ്ഞ് നിയോഗത്തിൽ ഈ 33 പ്രാവശ്യം നസ്രായനായ യേശുവേ എൻ്റെ നിയോഗങ്ങൾ സാധിച്ച് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി എനിക്ക് സാധിച്ചു തരണം 33 പ്രാവശ്യം ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ചിലർക്കത് 9 ദിവസം പ്രാർത്ഥിക്കാം, ചിലപ്പോൾ 33 ദിവസം പ്രാർത്ഥിക്കാം. അത് ഓരോരുത്തരെടുക്കുന്ന നിയോഗം പോലെയാണ്. അപ്പോൾ സോജനച്ചൻ പറയുകയാണ് ചെയ്തത്, നമ്മൾ താഴെ ഒരു കൽക്കുരിശ് വെച്ച്, അപ്പോൾ ആ കൽക്കുരിശിൽ ഒത്തിരി പേര് എഴുതി പ്രാർത്ഥിക്കുന്നുണ്ട്. പേന കൊണ്ടല്ല, വിരൽ കൊണ്ട്. നമ്മളാരും അവരുടെ വിശ്വാസത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ്. ഒത്തിരി മാനസാന്തരങ്ങൾ നടക്കുന്നുണ്ട്. അനുഗ്രഹമുള്ള നല്ല കുമ്പസാരങ്ങൾ അനുതാപത്തോടെ ആരും നിർബന്ധിച്ചിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ഒന്നുമല്ല, സ്വന്തം മനസ്സാൽ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് കുമ്പസാരിക്കുന്നവരുണ്ട്. ഇവിടെയുള്ള ശുശ്രൂഷകളിൽ അത് മാറ്റമുണ്ടായി. മദ്യപാനം ഒരിക്കലും എത്ര ആര് പറഞ്ഞാലും നിർത്താൻ താല്പര്യമില്ലാത്ത ആളുകൾ തന്നെ തീരുമാനിക്കുന്നൊരു നിലയിലുണ്ട്. ജോയിച്ചേട്ടൻ വായിച്ച സാക്ഷ്യം പറഞ്ഞ പോലെ എന്നാ ഒരു ഭാര്യയും ഭർത്താവും വന്ന് പറഞ്ഞ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒരിക്കലും ആ ഭർത്താവായി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാൻ തോന്നുന്നു പോലുമില്ല, മനസ്സിൽ നിന്ന് ആ മനുഷ്യൻ പോയതാ. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ചില ദിവസങ്ങളിൽ ചിന്തകളിലും തീരുമാനങ്ങളിലും ഒക്കെ മാറ്റം ഉണ്ടായി. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സമയങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അനുഗ്രഹമായി ദൈവം ഒരുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഞങ്ങൾ ദൈവത്തെ നിയന്ത്രിക്കുന്നവരല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ? ഞങ്ങളിവിടെ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഇവിടുന്ന് സ്റ്റിയറിങ് ചെയ്യുകയല്ല, നിയന്ത്രിക്കുകയല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്യുകയാണ്, ജനത്തിന് അനുഗ്രഹമാകത്തക്ക വിധം. ഹല്ലേലൂയ. അപ്പോൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 2, നമ്മൾ അടുത്ത ആഴ്ച അവസാന വെള്ളിയാഴ്ചയാണ്. പിന്നത്തെ വ്യാഴാഴ്ച നമ്മൾ വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേന 9 ദിവസത്തെ നമ്മൾ ആരംഭിച്ചു. ഒരു വ്യാഴവും വെള്ളിയും അടുത്ത വ്യാഴവും വെള്ളി 9 ദിവസം പൂർത്തിയാകും. അതായത് അടുത്ത ഡിസംബർ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയുടെ തൊട്ടുപുറകിലുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ 2 വെള്ളിയാഴ്ച അതിനകത്തുണ്ട്, 2 വ്യാഴാഴ്ചയുമുണ്ട്. അതും ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായി ആ ശുശ്രൂഷയെ കാണുക. പ്രിയപ്പെട്ടവർ, ഒരുപാട് പേര് ഞങ്ങളെ ഫോൺ വിളിക്കുന്നുണ്ട്. നമുക്കിവിടെ എത്ര ഫോണുണ്ട്? ഏകദേശം 7 പേര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. 7 പേര്. ആ 7 പേരിന് നമ്മൾ ഫോൺ വിളിക്കുന്ന സമയം 9:30 മണി മുതൽ 9 മണി കേട്ടോ, 9 മണി മുതൽ 1 മണി വരെയാണ്. അപ്പോൾ ഇതിനകത്ത് 1 സെക്കൻഡ് ഫ്രീ ഉണ്ടോ? ഫ്രാൻസിയുടെ 1 സെക്കൻഡ് ഫ്രീ ഉണ്ടോ? 1 സെക്കൻഡ് ഫ്രീ ഇല്ല. പിന്നെ എടുക്കുന്ന ആളുകളും സാധാരണക്കാരാണ്, മനുഷ്യരാണ്, അവർക്കും പല ജോലികളുടെ ഇടയിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ഫോണിൽ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ചിലർ ദേഷ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ സാഹചര്യം ഇതാണ്. പിന്നെ ഇത് കണ്ടിന്യൂസ് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇയർ ബാലൻസ് പോകും. കാരണം ഇത് കണ്ടിന്യൂസ് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. ചെവി വേദന, ഇയർ ബാലൻസിന് പ്രശ്നം വരുന്നു, പെട്ടെന്ന് അസുഖങ്ങൾ വരും കണ്ടിന്യൂസ് എപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം എന്നാലും അതനുസരിച്ച് പരമാവധി ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. നമ്മളിവിടെ വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയിൽ ഇപ്പോൾ തങ്കച്ചേട്ടൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ പല ആളുകൾ, ഒത്തിരി ബസ്സിൽ വരുന്ന ആളുകൾ, ബസ്സെന്ന് പറഞ്ഞാൽ പല ഭാഗത്തു നിന്നും ബസ്സിന് ആളുകൾ വരാൻ ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ താമസ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തതാണ്. ഇവിടെ ഒരു 300 പേർക്ക് കൂടുതൽ താമസിക്കാൻ പറ്റത്തില്ല വ്യാഴാഴ്ച, അതുതന്നെ അധികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് 300 പേരെ എടുക്കുന്നത്.
ആ സാഹചര്യങ്ങൾ കൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലത്തെ ശുശ്രൂഷയ്ക്ക് ആർക്ക് വേണേലും പങ്കെടുക്കാം. അതോടെ ഇന്നിവിടെയാണെങ്കിൽ തന്നെ കോട്ടയത്ത് നിന്ന് കറിയാച്ചു എന്ന് പറഞ്ഞൊരു സഹോദരൻ അവിടെ നിന്ന് ഒരു ബസ് കൂട്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോഗത്തിൽ ആളുകളെ കൂട്ടി വന്നിട്ടുണ്ട്. പിന്നെ സോണിയ ബസ്സിന് കോട്ടയത്ത് നിന്ന് പാലായിൽ നിന്ന് ഒരു ബസ്സിന് ആളുകൾ ഇവിടുന്ന് ആരും പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ ചെറുപുഴ ഭാഗത്ത് ചെമ്പേരിയിലുള്ള പ്രാർത്ഥനാ വാഹനമുണ്ട്. അവർക്കിന്ന് കൃപാസനത്തിൽ പോകേണ്ടതാണ്. അവർ 1 മണിയാകുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത്. അവർ ആ വാഹനം തന്നെ ശുശ്രൂഷകൾക്കായിട്ടാണ്. ഏത് കൃപാസനത്തിലായാലും അട്ടപ്പാടിയിലാണെങ്കിലും ഏത് സ്ഥലത്തും പ്രാർത്ഥിക്കാൻ പോകുന്നത് അനുഗ്രഹമാണ്. അത് ഇവിടെ മാത്രം വരുന്നതല്ല, ഏത് സ്ഥലത്തായിക്കോട്ടെ. ദൈവം നിങ്ങൾക്ക് എവിടെയാണ് നിയോഗം തന്നത് ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം. അവിടെയാണ് എനിക്കുള്ള അനുഗ്രഹമുള്ളത്. എല്ലാവരും ഇങ്ങോട്ട് വരണമെന്നല്ല പ്രസംഗിക്കുന്നത്. ഓരോരുത്തർ ദൈവം തിരഞ്ഞെടുത്ത ഓരോ സ്ഥലവും അവിടെയുള്ള വൈദികരും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അത് അതിൻ്റേതായ നന്മയും ദൈവം തിരഞ്ഞെടുത്തതിനെ നമുക്ക് കുറ്റം ആരോപിക്കാൻ ആർക്ക് പറ്റും? അപ്പം എല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം നിയോഗത്തിൽ നിന്ന് ബേബിച്ചേട്ടനുണ്ട്, ചെറുപുഴ തേർത്തലയിൽ നിന്നല്ലേ തങ്ങച്ചേട്ടൻ? ബേബിച്ചേട്ടൻ തേർത്തല്ലിയിൽ നിന്നാണ്. ഒരു ട്രാവലാണ്, നിറച്ച ആളുകൾ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഓർക്കരുത്, ഞങ്ങൾ ഇവിടുന്ന് പരസ്യപ്പെടുത്തിയതനുസരിച്ച് ആളുകളെ കൊണ്ടുവരുന്ന അല്ല. ഇവരാരും ഞങ്ങളുമായി ബന്ധമുള്ളവരല്ല. പക്ഷെ അവരുടെ സ്വന്തം നിയോഗത്തിലും പ്രാർത്ഥനയിലും അവരെടുക്കുന്നൊരു തീരുമാനത്തിൽ ജനത്തെ എത്തിച്ചതാണ്. നിങ്ങളെ തികച്ചും ബഹുമാനത്തോടും സന്തോഷത്തോടും കാണുന്നു. പിന്നെ ഇടുക്കിയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അവർ വാഹനത്തിൽ വന്നവർ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് മിനിഞ്ഞാന്ന് ഇവിടെ വന്നതാണ്. ബുധനാഴ്ച തന്നെ 16 പേരുണ്ടായിരുന്നു. ഇവിടെ താമസം കൊടുത്തില്ലെങ്കിലും 16 പേര് ഇവിടെ വന്നിരുന്നു ബുധനാഴ്ച. വ്യാഴാഴ്ച 300-ലധികം ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ശുശ്രൂഷയോട് സഹകരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഞങ്ങൾ ക്രിസ്തുവിലാണ് ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. ഞങ്ങളാരും വലിയ പുള്ളികളല്ല. ഞാൻ എൻ്റെ വിശ്വാസം പറയട്ടെ, ഞാൻ എന്നാണോ വലിയ ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് അന്ന് ഞാൻ പൊട്ടിപ്പോകുന്ന ഞാൻ വിശ്വസിക്കുന്നത്. എന്നാണോ ഞാൻ വലിയ ആളാണ്, വലിയ പുള്ളിയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഞാൻ തോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നോട് പറയും, നീ ആ കുപ്പേന്നാണ് വന്നേ, നീ വലിയ വീട്ടിൽ നിന്ന് വന്ന ആളല്ല, ആ ചീഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നത്, അത് നീ മറക്കരുത്. അത് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ പണത്തിന് പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, പണം വരുന്നിടത്ത് അനുഗ്രഹം കുറയും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഇവിടെ അധികം നേർച്ചപ്പെട്ടികളൊന്നും തന്നെ ഇല്ല. ഇവിടെ എന്താ അതിൻ്റെ പേര്, സ്കാൻ ചെയ്യുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല. ആൾക്കാർ ചോദിച്ചു, അവിടെ നേർച്ചപ്പെട്ടി ഇല്ലല്ലോ, ഇവിടെ നേർച്ചപ്പെട്ടി ഇല്ലല്ലോ. ഈച്ചപ്പെട്ടി പോലെ നേർച്ചപ്പെട്ടി വെക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. നേർച്ചപ്പെട്ടി അല്ല പ്രാധാന്യം. നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാ അതിനേക്കാൾ വലിയ സമ്പത്ത്. എന്നാൽ നമ്മളിവിടെ ഇന്ന് വരെ ശുശ്രൂഷ ചെയ്തത് സത്യസന്ധമായിട്ടാണ്, മായം ചേർക്കാതെ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറേ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ്. അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോ ദിവസവും പുതിയ വചനങ്ങൾ കിട്ടുന്നത്. പണത്തേക്കാൾ വലിയതെന്നറിയോ, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാരുടെ അപ്പച്ചന്മാരുടെ അനുഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഒത്തിരി പേര് എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. കോട്ടയത്ത് പോയപ്പം ആളുകളുടെ തലയിൽ കൈവച്ച് കുറേ പേര് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, മോന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞൊരു അമ്മച്ചി. ആ അമ്മച്ചി എനിക്കറിയത്തില്ല, പക്ഷെ അത് ആ അനുഗ്രഹമാണ്. അത് 1 കോടി രൂപയേക്കാൾ വിലയുണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തിന്. അത് സന്തോഷത്തോടെ അതാണ് ഈ ആലയം നിൽക്കുന്നത്. ഞങ്ങൾക്കിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഞങ്ങൾ ശുശ്രൂഷകരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം വച്ചേക്കുന്ന ആൾക്കാരാ, വലിയ പുള്ളികളല്ല, വലിയ ആൾക്കാരല്ല. കണ്ണുനീർ തുടയ്ക്കാൻ കിട്ടുന്ന അവസരം ഒന്നും കളയല്. അത് ദൈവത്തിൻ്റെ കൈയാണത്. കണ്ണുനീർ തുടയ്ക്കുന്ന കരം ദൈവകരമാണ്. വചനം കേൾക്കുമ്പോൾ ദൈവമേ എനിക്കൊരു ആശ്വാസമായി. ദൈവം ആ കണ്ണുനീര് തുടയ്ക്കുന്നതാണ്. ശുശ്രൂഷകർ ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊടുക്കുന്നവരാണ്. ദൈവസ്നേഹത്തെ കൊടുക്കുന്നവരുടെ പേരാണ് ശുശ്രൂഷകർ. അതുകൊണ്ട് നിങ്ങളെ സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പലരേക്കാളും പുറകിലായി പോകുന്നല്ല, പ്രാർത്ഥിക്കുന്ന നിന്നെ
പലരുടെയും മുമ്പിൽ കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമാണ്. പ്രാർത്ഥിക്കുന്ന വലിയ കഴിവുള്ളവരും മിടുക്കന്മാരും ശക്തരും കുലീനരും അല്ല പലരെക്കാളും മുമ്പിലെത്തിയത്. ദൈവത്തെ മുറുകെ പിടിച്ചവരാണ്, ദൈവത്തെ ആരാധിച്ചവരാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെയെങ്കിലും നോക്കിയിട്ട് പറയാമോ, ദൈവത്തെ സത്യസന്ധമായി വിളിച്ചിട്ട് ജീവിതത്തിൽ പിറകിലായി പോയ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ പലരെക്കാളും പിറകിലായിരുന്നു എല്ലാത്തിലും. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് പോലും ഒരു കുപ്പയിൽ കിടന്നൊരു വീട്, ചീഞ്ഞ സ്ഥലത്തുള്ള ഒരു വീട്, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട സ്ഥലത്ത് ഇന്ന് പ്രിയപ്പെട്ടവരായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പലരെക്കാളും മുമ്പിൽ നിർത്തിയ ദൈവത്തെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എവിടെയാ പിറകിലായി കിടക്കുന്ന? വീടില്ല, മക്കളുടെ കാര്യം ശരിയായില്ല, പറമ്പ് വിറ്റാലേ ശരിയാവുള്ളൂ. ഇന്ന് പുറകിലാണെങ്കിലും നാളെ പലരെക്കാളും മുമ്പിലെത്തും. ഒരിക്കൽ കൂടി പറയാം, സ്വയം തോൽക്കരുത്, സ്വയം തോൽക്കരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച് രക്ഷപ്പെട്ടോണം, അനുഗ്രഹത്തിൽ കയറി വരണം, നല്ല നിലകളിൽ എത്തണം. ജീവിതത്തിൽ സാമ്പത്തികത്തിലായാലും ബിസിനസ്സിലായാലും കുടുംബ ജീവിതത്തിലായും എവിടെയും തകർന്നു പോകരുത്, പിടിച്ചു കയറി രക്ഷപ്പെട്ടോണം. അതാ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. ദൈവം നിങ്ങളെ പലരെക്കാളും മുൻപിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ബോധപൂർവം ചിന്തിച്ച് നിരാശപ്പെട്ട് കുറ്റബോധം കൊണ്ട് പുറകിലായി പോകരുത്, മുമ്പിലെത്തണം, പലരെക്കാളും മുമ്പിലെത്തണം. അതിനു വേണ്ടിയാ നിങ്ങളുടെ പേര് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു നിമിഷം യഥാസ്ഥാനങ്ങളിൽ ഇരുന്ന് നമ്മുടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിയോഗത്തിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ശുശ്രൂഷകരെ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് ഞാൻ ഓരോ വ്യക്തികളുടെ പേര് പറയുമ്പോഴും ശുശ്രൂഷകരും ജനവും പറയണം, അനുഗ്രഹിക്കണമേ എന്ന്. ഒരാളുടെ പ്രാർത്ഥനയല്ല കുഞ്ഞ് നിനക്ക് കിട്ടുന്നത്. ഇന്ന് നിയോഗം സമർപ്പിച്ച പ്രാർത്ഥന ചോദിച്ച എല്ലാവർക്കും ആയിരക്കണക്കിന് ആളുകളുടെ ഒരു അനുഗ്രഹമാണ് കിട്ടുന്നത്. നീ അനുഗ്രഹിച്ചതിനെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ ആലയത്തിന്റെ പേര് പോലെ തന്നെ അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുവാണ്. ഈ പുണ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ സമയത്ത് മുട്ടിന്മേൽ നിന്നോ ത്യാഗത്തോടെ നിന്നോ കരങ്ങൾ വിരിച്ചു പിടിച്ചോ പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഈ കർത്താവെ, ഓരോ പേരുകളും പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം തന്നെ അവരുടെ ജീവിതത്തിനകത്ത് വിടുതലുണ്ടാകണമേ. ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുനിൽ കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജയമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസ് മാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആകാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിവൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലില്ലിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഋതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്റർ മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹന്നായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുധാകരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബേക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സതീഷ് കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു, ആദർശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുഷ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമർജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദർശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോമലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാനിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സലിതകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആര്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്ലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗില്ലായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്കറിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലേവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ച് ഈശോയുടെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ. ഈ ജനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഈ ജനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു, ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു, ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു, ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു, ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു, ഈ നിയോഗത്തെ ഏൽപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ എന്നോട്ട് മുന്നോട്ട്. പാടാമോ? ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. പാടാമോ? അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ആമേൻ. എഴുന്നേറ്റു നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇത്രയും പേരെ, അതോടൊപ്പം ആരെങ്കിലും പേര് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഓർക്കാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് സാധ്യമെങ്കിൽ ആ നിയോഗ കൊന്ത കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് കയ്യിലെടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ നിയോഗ കൊന്തയിലെ ആ ഒരു മുത്തുള്ള സ്ഥാനത്ത് നമ്മൾ ഈ വചനം എന്ന് പറയുവാണ്. പല വിധത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ, കടഭാരം, സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളുടെ ഭാവി, സ്വഭാവം എന്നിങ്ങനെല്ലാം ആ ഒന്നാമത്തെ ആ കാശുരൂപത്തിൻ്റെ തൊട്ടുമുകളിൽ ആ ഒന്നാമത്തെ കുരുവിൽ സമർപ്പിക്കുവാണ്. വചനം ഇതാണ്. യെശയ്യാ 42:45-2. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടത്. അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ആ വചനത്തോട് ചേർത്ത് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ നിയോഗ കൊന്ത പിടിച്ച് നമ്മൾ 9 പ്രാവശ്യം ചെല്ലുകയാണ്. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ
എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം ഭാവിച്ചിടുമേ. പടമോ എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. പടമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ. വീണ്ടും നമ്മൾ പാസ്പോർട്ടോ മെഡിക്കൽ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനായി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നിയോഗ കൊന്തയോട് ചേർത്ത് ഉയർത്തിപ്പിടിച്ച് കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥനയിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കണമേ. ചില അത്ഭുതങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പടമോ നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം. അതുകൊണ്ട് കരങ്ങൾ വീശി പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ പാടിടും. ജീസസ് ഹല്ലേലൂയ 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 പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. കരങ്ങളെ ഉയർത്തി സ്തുതിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് സമൂഹത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വെഞ്ചരിക്കാനുള്ള വസ്തുക്കളൊക്കെ കൈകളിലെടുത്ത് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിയോഗത്തിരി ആശീർവദിച്ച് പ്രാർത്ഥിക്കും. നിയോഗ പ്രാർത്ഥന നൽകുന്നു. കയ്യിൽ എണ്ണയോ വെള്ളമോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉയർത്തി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ജീസസ് ജീസസ് പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. സകല ബന്ധനങ്ങളും മാറട്ടെ, സകല തിന്മയുടെ സ്വാധീനങ്ങളും മാറട്ടെ. ജീസസ് ജീസസ് യേശുവേ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയ 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 പാടിടും. ജീസസ് ഹല്ലേലൂയ 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 പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇന്ന് വന്ന് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് നിങ്ങളെ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ വീട്ടിലേക്ക് പോയാലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ സ്ഥലത്തുണ്ട്. നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കണം. ഇനി ഞങ്ങൾ 2 വൈദികർ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഒരു മിനിറ്റ് താമസിച്ചാലും ആ പ്രാർത്ഥന തിക്കും തിരക്കും കൂട്ടാതെ വൃത്തിയായിട്ടത് സ്വീകരിക്കാൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആവശ്യമില്ലാതെ തിക്കും തിരക്കും കൂട്ടുമ്പോൾ ഞങ്ങൾക്കാണേലും തെളിഞ്ഞ മനസ്സോടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കാം, എങ്കിലും ആ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞങ്ങൾ പോകത്തില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയും സാധിക്കുന്നവരെല്ലാവരും അനുഗ്രഹമായി തീരുവാൻ ഇടയാകത്ത ശുശ്രൂഷകളുണ്ടാകട്ടെ, വ്യാഴവും വെള്ളിയൊക്കെ. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്, ദേശത്തുള്ളവരെ ഓർക്കുന്നു, ദൂരെ നിന്ന് വന്നവരെ ഓർക്കുകയാണ്. നിങ്ങളുടെ ബസ് യാത്ര, ട്രെയിൻ യാത്രയൊക്കെ സുരക്ഷിതമാകട്ടെ. നിങ്ങളുടെ വീടെത്തുന്നത് വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സംരക്ഷണം ഉണ്ടാകട്ടെ. ആപത്തോ അപകടമോ വിഷമങ്ങളോ സങ്കടങ്ങളോ പരിക്കുകളോ ഒന്നും ഉണ്ടാകാതെ ദൈവത്തിൻ്റെ ഉള്ളങ്കയിൽ എന്ന പോലെ സുരക്ഷിതമായി ഭവനങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഒന്ന് ആമേൻ പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ പറയണം, എല്ലാത്തിനും ആമേൻ പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിക്കും പറയണം. സമ്പത്ത് ഒരാളുടെ കയ്യിൽ, ഒരാളുടെ മുമ്പിൽ പോയി ഒരു 10 രൂപ തരാവോ എന്ന് ചോദിക്കാൻ ഇടവരരുത്. നിനക്ക് ആവശ്യമുള്ള സമ്പത്തും ഐശ്വര്യവും ദൈവം തരണം. നിങ്ങളുടെ മക്കൾ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ, കുഞ്ഞുങ്ങൾ പഠിച്ച് ഉന്നത സ്ഥാനത്തെത്തണം. നിങ്ങൾക്ക് നല്ല വീട് വേണം, നല്ല വാഹനം വേണം, സൗകര്യങ്ങൾ വേണം, നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം വേണം. ഇതെല്ലാം ഭാഗ്യമാണ്, ഇതെല്ലാം അനുഗ്രഹമാണ്. ഇതെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങൾ ദൈവത്തെ നിയന്ത്രിക്കുന്നവരല്ല, ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ നിൽക്കുന്നവരാ നമ്മൾ. അതിലാണ് അവിടെ അത്ഭുതം ഉണ്ടാകുന്നത്. ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മനസ്സോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല.